കുറച്ച് വലിയ പ്ലോട്ടൊക്കെ ആയിരിക്കാം, ഏത് സൈസുള്ള പ്ലോട്ട് ആയാലും വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണണം. ആ വാസ്തുമണ്ഡലത്തിന്റെ അതിന്റെ സ്ഥാനം, അതാണ് സ്ഥാനനിർണയത്തിൽ ആദ്യത്തത്, വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണുക. അങ്ങനെ വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ പ്രസ്തുത വാസ്തുമണ്ഡലത്തിൽ ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടിന് സ്ഥാനം കാണുന്നത് വേറെയാണ്. അത് രണ്ട് ഇതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നോക്കിക്കൊണ്ടിരിക്കുന്നത് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനമാണ്. ഒരു പ്ലോട്ടിൽ ആ പ്ലോട്ടിനകത്ത് വാസ്തുമണ്ഡലത്തിന് എവിടെയാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം അത് കണ്ടുപിടിച്ചിട്ട് ആ വാസ്തുമണ്ഡലത്തിലാണ് പിന്നെ വീടിന്റെ സ്ഥാനം കാണുന്നത്. അപ്പൊ ഈ വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണുന്നതിന് ഭൂമിയെ 3 തരമായി അതിന്റെ വിസ്തൃതി അനുസരിച്ച്, അല്ലെങ്കിൽ വിസ്താരം അല്ലെങ്കിൽ വിസ്തീർണം അനുസരിച്ച് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. 1 മഹാക്ഷേത്രം, 2 മധ്യമക്ഷേത്രം, 3 അല്പക്ഷേത്രം. ഈ 3നും വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണാനുള്ള വിധികൾ വ്യത്യാസമുണ്ട്. ഇത് 3 നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ സാധാരണ 3ാമത്തേതായ അല്പക്ഷേത്ര വിധിയാണ് നമുക്ക് മിക്കവാറും ഉപയോഗിക്കേണ്ടി വരാറുള്ളത്. കാരണം ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇപ്പൊ മഹാക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ 3 ഏക്കർ കൂടുതലൊക്കെ വരുന്ന പ്ലോട്ടിൽ മാത്രമേ മഹാക്ഷേത്രത്തിന്റെ വിധി പ്രകാരം എടുക്കാവുള്ളൂ. അതായത് 128 കോൽ. ഒരു കോൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കും, കോലിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പഠിക്കും, മാനനിർണയം എന്നുള്ള അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പം കോൽ 128 കോൽ നീളവും 128 കോൽ വീതിയുമുള്ള ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള പ്ലോട്ട് ഒരു ആണ് പിന്നെ മഹാക്ഷേത്രം. അതോ അതിൽ കൂടുതലോ, 128 കോലോ അതിൽ കൂടുതലോ നീളവും വീതിയും, അല്ലെ ആ പിന്നെ 4 വശങ്ങളും, ആ പ്ലോട്ടിന്റെ 4 വശങ്ങളും 128 കോലിൽ കൂടുതലായിരിക്കണം. ഇപ്പൊ നീളം 128 കോലിൽ കൂടുതലും വീതി 100 കോലും ആണെങ്കിൽ അത് മഹാക്ഷേത്രമല്ല. മഹാക്ഷേത്രം ആകണമെങ്കിൽ നീളവും വീതിയും 128 കോലോ അതിൽ കൂടുതലോ വരണം. അപ്പൊ അത് മഹാക്ഷേത്രം. മധ്യമക്ഷേത്രമാണെങ്കിൽ 70 കോൽ നീളവും വീതിയും 70 കോലോ അതിൽ കൂടുതൽ 128 വരെ. 128 ആയി കഴിഞ്ഞാൽ മഹാക്ഷേത്രമാവും. അപ്പൊ 70 കോൽ മുതൽ നീളവും വീതിയും 70 കോൽ മുതൽ, ഒരു കോൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശമല്ല 72 സെന്റിമീറ്റർ ആണ് ഒരു കോല്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിനി പഠിക്കും. അപ്പം അതായത് 3/4 മീറ്റർ എന്ന് പറയാം ഉദ്ദേശം. 75 സെന്റിമീറ്റർ ആകുമ്പോഴേ 3/4 മീറ്റർ ആവുള്ളൂ. ഒരു കോൽ എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ആണ്. അതായത് 3/4 മീറ്ററിന് 3 സെന്റിമീറ്റർ കുറവാണ്. അപ്പൊ അങ്ങനെ 70 കോൽ നീളവും 70 കോൽ വീതിയുമുള്ള അതോ അതിൽ കൂടുതലോ ഈ മഹാക്ഷേത്രത്തിന്റെ ലിമിറ്റിന് താഴെ വരുന്ന ഇതൊക്കെ മധ്യമക്ഷേത്രമാണ്. 70 കോലിന് താഴെ ഏതെങ്കിലും നീളമോ വീതിയോ ഏതെങ്കിലും ഒന്ന് 70 കോലിൽ താഴെയാണെങ്കിൽ അത് അല്പക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മഹാക്ഷേത്രമാണെങ്കിൽ 128 കോൽ നീളവും 128 കോൽ വീതി ആകുമ്പോൾ തന്നെ അതിന്റെ ഏറ്റവും കുറഞ്ഞ അളവെടുത്താൽ തന്നെ 3 ഏക്കറിൽ കൂടുതൽ വരും. 3 ഏക്കർ ഏതാണ്ട് 12 സെന്റോളം വരും. അപ്പൊ 3 ഏക്കറിൽ താഴെയുള്ള വിസ്തൃതിയുള്ള സ്ഥലത്താണ് വീട് വെക്കുന്നതെങ്കിൽ അതിന് മഹാക്ഷേത്ര വിധി, ഈവൻ മധ്യമക്ഷേത്ര വിധി ആണെങ്കിൽ തന്നെയും 70 കോൽ നീളവും 70 കോൽ വീതി ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 70 സെന്റിൽ കൂടുതൽ, 75 സെന്റോളം 75 സെന്റിലൊന്നും ഇപ്പൊ സാധാരണ നമ്മൾ വീട് വെക്കാറില്ല. വളരെ അപൂർവമായിട്ട് വല്ല നാട്ടിൻപുറത്തൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ വല്ല വീടല്ലാതെ മറ്റു ചില ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ആശുപത്രിയോ അല്ലെങ്കിൽ വിദ്യാലയങ്ങള്, സ്കൂളുകള്, കോളേജുകള്, റിസോർട്ടുകള് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചിലപ്പം കൂടുതൽ വിസ്തൃതിയുള്ള പ്ലോട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് വീടുകൾക്ക്, മനുഷ്യാലയങ്ങൾക്ക്, വീടുകൾക്ക് നമുക്ക് സാധാരണ ഇപ്പോൾ ഉള്ളതെല്ലാം ഈവൻ 10 സെന്റിലും താഴെയാണ് കൂടുതലും. അപൂർവം ചില 10 സെന്റിൽ കൂടുതൽ കണ്ടേക്കാമെങ്കിലും കൂടുതലും 10 സെന്റിൽ താഴെയുള്ള സ്ഥലത്ത് 3 സെന്റ് മുതൽ, ഈവൻ 3 സെന്റിൽ കുറച്ച് 2 സെന്റ് മുതൽ സ്ഥലത്ത് വീട് വയ്ക്കുന്ന കേസുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ ഭൂമികൾക്കൊക്കെ, അതായത് ഇവൻ ചെറിയ 70 സെന്റ് 70 കോലിൽ താഴെയുള്ള നീളവും വീതിയും 70 കോലിൽ താഴെയുള്ള ഭൂമിക്കെല്ലാം അല്പക്ഷേത്ര വിധി എന്ന് പറയും. അപ്പൊ ഇത് 3 നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യം മഹാക്ഷേത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി. മഹാക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 128 കോൽ നീളം, 128 കോൽ വീതി. അപ്പൊ മഹാക്ഷേത്രത്തില് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണാനായിട്ട് 2 മെത്തേഡുണ്ട്, 2 വിധത്തിൽ കാണാം. ഒന്ന്, അതിന്റെ പദങ്ങളെ വഴികളായിട്ട് തിരിച്ചിട്ട് പദകൽപ്പന ചെയ്യുക എന്ന് പറയും. 2, ഖണ്ഡനിർണയം ചെയ്യുക. അപ്പൊ അതില് നമ്മൾ കഴിഞ്ഞ ആദ്യത്തത് അതായത് വീതി കൽപ്പന ചെയ്യുക. വീതികളായിട്ട് തിരിച്ചിട്ട്, അതായത് ഏറ്റവും മധ്യത്തില് ബ്രഹ്മവീതി, അത് കഴിഞ്ഞ് ഗണേശവീതി, അത് കഴിഞ്ഞ് അഗ്നിവീതി, അത് കഴിഞ്ഞ് ജലവീതി, അങ്ങനെ അവസാനം ഏറ്റവും വെളി പിശാചവീതി. അങ്ങനെ 9 വീതികളായിട്ട് തിരിക്കും. ആ 9 വീതികളായിട്ട് തിരിക്കുമ്പോൾ ഓരോ വീതിയുടെയും
വിട്ട് അല്ലെങ്കിൽ വീതി എത്ര വേണം എന്നുള്ളതിന് വാസ്തുശാസ്ത്രത്തിൽ അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. ഒന്നുകിൽ ഗ്രഹനാഥന്റെ ഉയരവുമായി ബന്ധപ്പെടുത്തിയോ, അല്ലെങ്കിൽ നമ്മളവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നാലുകെട്ടാണെങ്കിൽ ആ നാലുകെട്ടത്തിന്റെ അങ്കണത്തിന്റെ ദീർഘവുമായി ബന്ധപ്പെടുത്തിയോ ഈ ഓരോ ഈ വീതിയുടെ വീതി കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ വിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വീതി കൽപ്പന ചെയ്യുക. ആ വീതി കൽപ്പന ചെയ്തിട്ട് ആ വീതി കൽപ്പനയില് പിന്നെ ഈശാനുമൂലയുടെ ഭാഗം, ഈശാന ഖണ്ഡം എന്ന് പറയും. ഈശാന ഖണ്ഡം വടക്ക് കിഴക്കേ ഖണ്ഡത്തിലോ, അല്ലെങ്കിൽ നിരുതി ഖണ്ഡം, അല്ലെങ്കിൽ കന്നി ഖണ്ഡം നമ്മൾ പറയും. അതായത് ആരോ ഫോൺ അടിക്കുന്നു, മ്യൂട്ട് ചെയ്യുക. അപ്പം ഈശാനു ഖണ്ഡത്തിലോ അല്ലെങ്കിൽ നിരുതി ഖണ്ഡം, അതായത് തെക്ക് പടിഞ്ഞാറ്. ഈശാന ഖണ്ഡം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്കാണ്. പിന്നെ കന്നി അല്ലെങ്കിൽ നിരുതി ഖണ്ഡം എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറാണ്. അപ്പൊ തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ഈ രണ്ട് ഖണ്ഡങ്ങളിൽ ഏതെങ്കിലും ഖണ്ഡത്തില് പിന്നെ ഏറ്റവും മധ്യത്തിലുള്ള ബ്രഹ്മവീതി മാത്രമായിട്ട് എടുത്തുക. രണ്ടിലെയും ബ്രഹ്മ ഗണേശ വീതികൾ ഗണേശ വീതികൾ ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് അത് വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. അതിന്റെ പടം നീ കാണിച്ചു തരാം. ഞാനത് ഇത് പിന്നെ പ്രസന്റ് ചെയ്യാൻ പോവാണ്, ഷെയർ ചെയ്യുന്നു. ക്യാമറ ഓഫ് ചെയ്യലും സാരമില്ല, മൈക്ക് ഓഫ് ചെയ്യണം, അത് പിന്നെ മ്യൂട്ട് ചെയ്യണം. ജസ്റ്റ് അത് മാത്രം കാണിച്ചു. ഇവിടെ ഒരു കാണിച്ചിരിക്കുന്നത് ഏറ്റവും വെളിയിലുള്ള, ഏറ്റവും ഔട്ട്സൈഡിലുള്ള ഇതിപ്പോ 9 വീതികളാണ്. ഏറ്റവും മധ്യത്തിൽ ബ്രഹ്മവീതി, അത് കഴിഞ്ഞ് ഗണേശവീതി, അഗ്നിവീതി, ജലവീതി എന്ന് പറഞ്ഞ ഏറ്റവും അവസാനം 9ാമത് കാണുന്നതാണ് പിശാചവീതി. അപ്പൊ ഈ 9 വീതികളിൽ ഏറ്റവും മധ്യത്തിലുള്ള 2 വീതികൾ ഒന്നും രണ്ടും ബ്രഹ്മ ഗണേശ വീതികൾ, അത് ഒന്നുകിൽ ഈശാന്യ ഖണ്ഡം അതായത് നോർത്ത് ഈസ്റ്റ് സെക്ടർ, അല്ലെങ്കിൽ നിരുതി ഖണ്ഡം സൗത്ത് വെസ്റ്റ് സെക്ടറിൽ ഈ രണ്ടും കൂടെ ചേർത്തിട്ട് ഇത് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനമായിട്ട് എടുക്കാം. ഈ രണ്ടും വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. അത് ഇത്രയും സ്ഥലം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ 1, 2, 3, 4 അതായത് ബ്രഹ്മവീതി, അത് ബ്രഹ്മ ഗണേശ അഗ്നി ജലം, 1 ബ്രഹ്മവീതി, 2 ഗണേശവീതി, 3 അഗ്നിവീതി, 4 ജലവീതി. ഇത് 4ഉം കൂടെ എടുത്തിട്ട് വേണം കാണാൻ. ഒരിക്കലും അഗ്നിവീതിയില് ഈ പ്ലോട്ടിന്റെ എൻഡ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഒന്നിനിപ്പോ ഈ കാണിച്ചിരിക്കുന്ന പോലെ ബ്രഹ്മ ഗണേശ വീതികൾ എടുക്കണം. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മ ഗണേശ അഗ്നി ജലവീതികൾ 4, അതും ഈശാന്യ ഖണ്ഡത്തിലോ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ നിരുതി ഖണ്ഡം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലോ വേണം എടുക്കാൻ. അത് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ബ്രഹ്മ 1, 2, 3, 4 ബ്രഹ്മ ഗണേശ അഗ്നി ജലവീതികൾ, ഇത് 4ഉം കൂടെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതും ഒന്നുകിൽ ഈശാന്യ ഖണ്ഡം നോർത്ത് ഈസ്റ്റ് സെക്ടർ, അല്ലെങ്കിൽ നിരുതി ഖണ്ഡം സൗത്ത് വെസ്റ്റ് സെക്ടർ. ഈ 4 ഒരിക്കലും 3ആം എഴുതിയേക്കുന്ന അഗ്നിഖണ്ഡത്തിൽ ഈ പ്ലോട്ടിന്റെ ഒരു അതിർത്തിയും വരാൻ പാടില്ല. അപ്പോൾ ഒന്നുകിൽ 1ഉം 2ഉം മാത്രം നിൽക്കണം, അല്ലെങ്കിൽ 1, 2, 3, 4ലും കൂടെ കയറി വരണം. ജലവീതി അതായത് ജലവീതിയിലും കൂടെ കയറി വരണം. അപ്പൊ ഇത് ഇങ്ങനെയാണ് വാസ്തുമണ്ഡലത്തില് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. മഹാക്ഷേത്രത്തിൽ മാത്രം 128 കോൽ നീളം, 128 കോൽ വീതി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന മഹാക്ഷേത്രങ്ങളിൽ മാത്രം മതി ഇതുപോലെ എടുക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മൾ വീതി കൽപ്പന എന്ന് പറയുന്നത്. 2 മെത്തേഡുണ്ടെന്ന് പറഞ്ഞു, വീതി കൽപ്പനയും ഖണ്ഡനിർണയവും. അപ്പൊ അടുത്ത ഖണ്ഡനിർണയമാണ്. അപ്പൊ ഖണ്ഡനിർണയത്തിന് ഖണ്ഡനിർണയത്തിലാണെങ്കിൽ നമ്മൾ നമുക്കുള്ള ഭൂമിയെ 16 ഖണ്ഡങ്ങളായിട്ട് തിരിക്കും. അത് നോക്കാം. ഇതാണ് നമ്മളെ ഭൂമി. അതായത്
പിന്നെ ദിശയ്ക്ക് സമാന്തരമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലോട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ വീട് വെക്കുന്ന പ്ലോട്ടിൽ ദിശയ്ക്ക് സമാന്തരമായിട്ട് വയ്ക്കാവുന്ന ഏറ്റവും വലിയ റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇതിപ്പോ ഖണ്ഡനിർണ്ണയം ചെയ്യുമ്പോൾ ഇതാണ് ആ ഏറ്റവും വലിയ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ തിരിക്കട്ടെ. അങ്ങനെ ഇതാണെങ്കിൽ ഇതിനെ 16 ഖണ്ഡങ്ങളായി തിരിക്കണം ഖണ്ഡനിർണ്ണയത്തിന്. നോക്കാം. എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഖണ്ഡനിർണ്ണയത്തിന് 16 ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ 16 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ട് അതില് മുകളിൽ ഇടത്തുവശത്തെ 4 ഖണ്ഡം ഈശാന്യ ഖണ്ഡത്തിലാണ്. താഴെ വലത്തുവശത്തുള്ള 4 ഖണ്ഡം നിരുതി ഖണ്ഡത്തിലാണ്. പിന്നെ മുകളിൽ വലത്തുവശത്തുള്ള 4 എണ്ണം അഗ്നിഖണ്ഡത്തിലും താഴെ ഇടത്തുവശത്തായിട്ടുള്ള 4 എണ്ണം വായുഖണ്ഡത്തിലുമാണ്. അപ്പൊ ഇതില് അഗ്നിഖണ്ഡത്തിലോ അല്ലെങ്കിൽ വായുഖണ്ഡത്തിലോ പിന്നെ വാസ്തുമണ്ഡലത്തിന് സ്ഥാനം കാണാൻ പാടില്ല. ആ രണ്ടിടത്തും പാടില്ല. ഒന്നുകിൽ ഈശാന്യ ഖണ്ഡത്തിൽ വേണം, അല്ലെങ്കിൽ നിരുതി ഖണ്ഡത്തിൽ വേണം. അപ്പൊ ഇവിടെ നോക്കാം. അത് ഈശാന്യ ഖണ്ഡത്തിലാണെങ്കിൽ ഈശാന്യ ഖണ്ഡത്തിൽ 4 സ്ക്വയർ വരുന്നുണ്ട്. ആ 4 സ്ക്വയറുകളിൽ കന്നി ഭാഗത്ത് വരുന്നത് ഏറ്റവും കന്നി, ഈ ടോട്ടൽ സ്ക്വയറിന്റെ കന്നിയല്ല, ഈശാന്യ ഖണ്ഡത്തിലുള്ള 4 സ്ക്വയറിൽ കന്നി വരുന്നത്. അപ്പൊ ഇപ്പൊ നോക്കാം. ഇവിടെ ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് 4 ദിശകൾ. ഇപ്പൊ ഒരു നീല നിറത്തിൽ കാണുന്നതാണ് ഈശാന്യ ഖണ്ഡത്തിന്റെ നിരുതി ഖണ്ഡം. ഈശാന്യ ഖണ്ഡം 4 കൂടെ ചേരുന്നതാണ്. നോർത്ത് ഈസ്റ്റ് വരുന്ന 4 കൂടെ ചേരുന്നതാണ് ഈശാന്യ ഖണ്ഡം. അതിന്റെ നിരുതി ഖണ്ഡമാണ് ഇപ്പൊ ഇത്. വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ കന്നി ഖണ്ഡം അല്ലെങ്കിൽ നിരുതി ഖണ്ഡത്തിന്റെ ഈശാന്യ ഖണ്ഡം. നിരുതി ഖണ്ഡം ഇത് സൗത്ത് വെസ്റ്റ് കാണുന്ന 4 എണ്ണമാണ്. അതിലെ അതിന്റെ നോർത്ത് ഈസ്റ്റ് വരുന്ന ഈ ഭാഗം. ഇത് രണ്ടും വാസ്തുമണ്ഡലമായിട്ട് എടുത്തിട്ട് അവിടെ പിന്നെ ആ ഉത്തമമായ ചുറ്റളവിൽ വാസ്തുമണ്ഡലം എടുത്തിട്ട് അതിനെ പിന്നെ പദവിന്യാസം ചെയ്തിട്ടാണ് വീടിന് സ്ഥാനം കാണുന്നത്. അതിലേക്ക് പിന്നെ വരാം. അപ്പൊ ഇതാണ് ഖണ്ഡനിർണ്ണയം എന്ന് പറയുന്നത്. 16 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ട് ഒന്നുകിൽ ഈശാന്യ ഖണ്ഡത്തിലെ നിരുതി ഖണ്ഡം അല്ലെങ്കിൽ നിരുതി ഖണ്ഡത്തിലെ ഈശാന്യ ഖണ്ഡം. ഇത് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനമായിട്ട് എടുക്കും. അപ്പൊ അങ്ങനെ ഇതൊന്നും നമുക്ക് സാധാരണ ആവശ്യമായി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഏക്കറൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, അതായത് 128 കോൽ നീളവും 128 കോൽ വീതിയും അതിൽ കൂടുതലോ ഉള്ള ഭൂമിയിൽ മാത്രം മതി നേരത്തെ നമ്മൾ പഠിച്ച വീതി കൽപ്പനയും ഇപ്പം പറഞ്ഞ ഖണ്ഡനിർണ്ണയവും. സാധാരണ ഈവൻ മധ്യമക്ഷേത്രം പോലും നമുക്ക് മിക്കവാറും ആവശ്യമായിട്ട് വരില്ല. അല്പക്ഷേത്രമാണ് നമ്മൾ ചെയ്യുന്ന കൂടുതലും. ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിലേക്ക് വരാൻ നമുക്ക്. അപ്പൊ ഇത്രയും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇനി ഇത് നമ്മൾ ഈശാന്യ ഖണ്ഡം, നിരുതി ഖണ്ഡം എന്നൊക്കെ പറഞ്ഞ കൂടെ പറയും. അതിനെപ്പറ്റി അത് രണ്ട് പേരുകളുണ്ട് ഓരോ ഖണ്ഡത്തിനും. അത് രണ്ടും അറിഞ്ഞിരിക്കണം നമ്മൾ. അതാണ് ഇപ്പൊ ഇവിടെ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇത് പുസ്തകത്തിൽ ഉണ്ടെന്ന് കണ്ടു. എന്നാലും നിങ്ങളൊന്ന് വരച്ചോളുക. ഇതാണ് വടക്ക് കിഴക്കുള്ള ഖണ്ഡത്തിന്. ആ 4-1 ഭാഗത്തിനാണ് ഈശാന്യ ഖണ്ഡം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരാണ് മാനുഷഖണ്ഡം. ഈശാന്യ ഖണ്ഡം അല്ലെങ്കിൽ മാനുഷഖണ്ഡം, ഇത് രണ്ടും ആ നോർത്ത് ഈസ്റ്റ് വരുന്നതാണ്. അതുപോലെ സൗത്ത് ഈസ്റ്റ് വരുന്നതിന് അഗ്നിഖണ്ഡം എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട്, അതാണ് യമഖണ്ഡം. അഗ്നിഖണ്ഡം അല്ലെങ്കിൽ യമഖണ്ഡം. പിന്നെ നോർത്ത് വെസ്റ്റ് വരുന്നത്, അതായത് വായുമൂലയുടെ ഭാഗത്ത് വരുന്നതിന് ഒന്നുകിൽ വായുഖണ്ഡം എന്ന് പറയും, അല്ലെങ്കിൽ അസുരഖണ്ഡം എന്ന് പറയും. പിന്നെ സൗത്ത് വെസ്റ്റ് വരുന്ന ഖണ്ഡത്തിന് ഒന്നുകിൽ നിരുതി ഖണ്ഡം എന്ന് പറയും, അതല്ലെങ്കിൽ ദേവഖണ്ഡം എന്ന് പറയും. ഇതിൽ ഏത് പേര് പറഞ്ഞാൽ ഈശാന്യ ഖണ്ഡം, അഗ്നിഖണ്ഡം, നിരുതി ഖണ്ഡം, വായുഖണ്ഡം എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ മാനുഷഖണ്ഡം, യമഖണ്ഡം, ദേവഖണ്ഡം, അസുരഖണ്ഡം, ഏത് പേര് പറഞ്ഞാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഏതാണെന്നുള്ളത്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക മാത്രമല്ല, അറിഞ്ഞിരിക്കുകയും വേണം. എപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുമ്പോഴൊക്കെ പുസ്തകത്തിലൊക്കെ ചിലപ്പോൾ നിരുതി ഖണ്ഡമെന്നോ അല്ലെങ്കിൽ ദേവഖണ്ഡമെന്നോ അല്ലെങ്കിൽ മാനുഷഖണ്ഡമെന്നോ ഒക്കെ കാണും. അപ്പൊ അത് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് വരച്ചിട്ട് ഇതെല്ലാം ഈ 4 എഴുതി കാണുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പറയുക. അല്പം വെയിറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ. അപ്പൊ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് പറയുക.
കഴിഞ്ഞു സാർ. ഓക്കെ, കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പം ഇതാണ് പിന്നെ 4 ഖണ്ഡങ്ങളുടെ പേരുകൾ. ഈ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഇങ്ങനെ നമ്മളിപ്പം മഹാക്ഷേത്രത്തിൽ ഇപ്പൊ നമ്മൾ നോക്കാം, മഹാക്ഷേത്രമാണ്. മഹാക്ഷേത്രത്തില് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈശാന്യ ഖണ്ഡത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നിരുതി ഖണ്ഡത്തിന്റെ ഭാഗത്തോ ഇപ്പൊ നേരത്തെ പറഞ്ഞ വിധത്തിൽ പിന്നെ സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടാൻ പാടില്ല. അതിൽ ചിലപ്പം ആ സ്ഥാനത്തിന്റെ നമ്മൾ കണ്ട ആ ചുറ്റളവ് എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഉത്തമമായ ചുറ്റളവ് ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ മരണം ചുറ്റൊക്കെ ആയിരിക്കാം. അപ്പൊ അതില് നമ്മൾ ഏത് ദിശയിലേക്കാണ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിശയ്ക്ക് അനുസരണമായിട്ടുള്ള ഒരു ചുറ്റളവിൽ ഒരു നല്ല ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് വാസ്തുമണ്ഡലം ഉണ്ടാക്കണം. അതാണ് സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉത്തമമായ ചുറ്റളവിൽ വാസ്തുമണ്ഡലം കെട്ടിത്തിരിക്കണം. ഈ വാസ്തുമണ്ഡലം പേപ്പറിൽ കിടന്നാൽ പോരാ, സൈറ്റില് ആ വാസ്തുമണ്ഡലം നമ്മൾ കെട്ടിക്കണം. ശരിക്ക് മണ്ണിനടിയിലേക്കുള്ള മണ്ണിനടിയിൽ നിർമ്മിച്ച ഫൗണ്ടേഷൻ മണ്ണിനടിയിലോട്ടാണ് വരുന്നത്. ബേസ്മെന്റ് മുതൽ മണ്ണ് മുകളിലോട്ടാണ് വരുന്നത്. അപ്പൊ മണ്ണിന് മുകളിലോട്ടുള്ള നിർമ്മിതി തുടങ്ങുന്നതിന് മുമ്പ് വാസ്തുമണ്ഡലം തിരിച്ചിരിക്കണം എന്നാണ്, അവിടെ കെട്ടിയിരിക്കണം എന്നാണ്. വാസ്തുമണ്ഡലത്തിന്റെ ശരിക്കുള്ള അളവൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ അളവില് വാസ്തുമണ്ഡലം അത് ചുടുകട്ടയാകാം, കരിങ്കല്ല് കൊണ്ട് വേണേൽ അങ്ങനെ കെട്ടാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ട്, സിമെന്റ് ബ്ലോക്ക് കൊണ്ട് വേണേൽ അത് ചെയ്യാം. വാസ്തുമണ്ഡലത്തിൽ ഏതിട്ടായാലും മതി. പക്ഷെ അവിടെ ആ വാസ്തുമണ്ഡലം കെട്ടുന്നതിന്റെ അകത്തുള്ള ടോപ്പ് സോയിലാണ്. മിനിമം ഒരടിയെങ്കിലും താഴ്ച വേണം വാസ്തുമണ്ഡലം കെട്ടുന്ന മണ്ണിനടിയിലോട്ട്. ഒരടിയൊക്കെ 2 അടിയാണ് നല്ലത്, പക്ഷെ മിനിമം ഒരടി എന്നാണ് വെച്ചത്. ഒരടിയെങ്കിലും, കാരണം ടോപ്പ് സോയിൽ ആ വാസ്തുമണ്ഡലം കെട്ടുന്ന ആ കെട്ടിന്റെ വെളിയിലുള്ള മണ്ണും അകത്തുള്ള മണ്ണുമായിട്ട് ഒരു മിനിമം ഒരു ഏറ്റവും മുകളിലുള്ള ഒരടി ഭാഗമെങ്കിലും സെപ്പറേറ്റ് ആയിരിക്കണം, തമ്മിൽ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ അത് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി അല്ലാതാകും. വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി നമ്മൾ ആദ്യം കെട്ടിത്തിരിക്കണം. അത് 2 അടി താഴ്ചയിൽ കെട്ടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ അങ്ങനെ സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉത്തമമായ ചുറ്റളവിൽ വാസ്തുമണ്ഡലം കെട്ടിത്തിരിക്കണം. ഇത് നമുക്ക് എഴുതിയെടുക്കാം. ഇനി വാസ്തുമണ്ഡലത്തിന്, അത് ഇപ്പൊ പറഞ്ഞാണ്, വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി നിർമ്മിക്കുമ്പോൾ അത് നിർമ്മിക്കണം. അത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് ബേസ്മെന്റ് കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫൗണ്ടേഷന് മുമ്പും ചെയ്യാം, വിരോധമില്ല. പക്ഷെ ഫൗണ്ടേഷന് നിർബന്ധമില്ല, മണ്ണിനടിയിലോട്ടുള്ള ഭാഗമായിട്ട് നിർബന്ധമില്ല. പക്ഷെ മണ്ണിന് മുകളിലോട്ട് ബേസ്മെന്റും ഭിത്തിയും ഒക്കെ കെട്ടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മള് പില്ലറാണെങ്കിൽ മുകളിലോട്ടുള്ള പില്ലറൊക്കെ വാർക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ വാസ്തുമണ്ഡലം കെട്ടിത്തിരിച്ചിരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ വാസ്തുമണ്ഡലത്തിൽ അതിർത്തി നിർമ്മിക്കുമ്പോൾ മണ്ണിന് താഴേക്ക് കുറഞ്ഞത് 1 അടി താഴ്ച ഉണ്ടായിരിക്കണം. കുറഞ്ഞത് 1 അടി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ 2 അടിയെങ്കിലും താഴ്ത്തി ചെയ്യുന്നതാണ് നല്ലത്. കാരണം 1 അടി മണ്ണിനെങ്കിലും സെപ്പറേഷൻ വേണം. എഴുതി കാണുന്ന വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞത് മഹാക്ഷേത്രം, 128 കോൽ നീളവും 128 കോൽ വീതിയും അതിൽ കൂടുതലുമുള്ള പ്ലോട്ടിനാണ് മഹാക്ഷേത്രം. അതും പിന്നെ ദിശയ്ക്ക് സമാന്തരമായി, ദിശയ്ക്ക് പാരലായിട്ടുള്ള പ്ലോട്ട് വേണം, എന്നാല് മഹാക്ഷേത്രമാവുള്ളൂ. ഇനി ഇത് മധ്യമക്ഷേത്രത്തിന് അളവിന്റെ വ്യത്യാസമേ ഉള്ളൂ. 128 കോലിന് പറയാം 70 കോലാണ്. 70 കോൽ നീളവും 70 കോൽ വീതിയും, അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടായിരിക്കണം. അത് 70 കോൽ നീളം 70 കോൽ വീതി എന്ന് പറയുമ്പോൾ സ്ക്വയർ. ഏറ്റവും നല്ലത് നമുക്കറിയാം, വാസ്തുമണ്ഡലത്തിന്റെ ആകൃതി ഏറ്റവും നല്ലത് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് 70 കോൽ നീളം. ഇനി 70 കോൽ നീളവും 80 കോൽ വീതി, പിന്നെ 80 കോൽ നീളവും 70 കോൽ വീതിയാണെങ്കിലും ഓക്കെയാണ്, അതും മധ്യമക്ഷേത്രമാണ്. മിനിമം 70 കോലെങ്കിലും വേണം, അതിൽ കൂടാം കുറയരുത്. പക്ഷെ 128 കഴിഞ്ഞാൽ, 128 കോൽ നീളവും വീതിയും 128 കോൽ കഴിഞ്ഞാൽ പിന്നെ മഹാക്ഷേത്രമാവും. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാക്ഷേത്ര വിധി വേണം. മധ്യമക്ഷേത്രത്തിനും ഇതുപോലെ തന്നെ ഖണ്ഡനിർണയവും ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ വീതി കൽപ്പനയുണ്ട്. ഇവിടെ സാധാരണ ആദ്യം നമ്മൾ ഖണ്ഡനിർണയം ചെയ്യും. ഖണ്ഡനിർണയം ചെയ്തിട്ട് ആ ഖണ്ഡനിർണയത്തിൽ അത് 4ആയിട്ട് തിരിച്ചാൽ മതി. മറ്റേ മഹാക്ഷേത്രത്തിൽ 16 ഖണ്ഡങ്ങളായിട്ട് തിരിക്കും. ഇതിൽ അത് വേണ്ട, 4 ഖണ്ഡമായിട്ട് തിരിക്കും. 4 ഖണ്ഡമായിട്ട് തിരിച്ചിട്ട് ഒന്നുകിൽ ഈശാന്യ ഖണ്ഡം, അതായത് നോർത്ത് ഈസ്റ്റിൽ വരുന്ന ആ ഒരു 4/1 ഭാഗം, അല്ലെങ്കിൽ നിരുതി ഖണ്ഡം, അതായത് സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് വരുന്ന ആ ഒരു ഖണ്ഡം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് വാസ്തു മണ്ഡലമായി തിരഞ്ഞെടുക്കാം. നോക്കാം. ദിശയ്ക്ക് അഭിമുഖമായി കുറഞ്ഞത് 70 കോൽ മുതൽ 128 ആയി കഴിഞ്ഞാൽ മഹാക്ഷേത്രമാണ്. 128 കോൽ വരെ നീളവും അത്രയും തന്നെ വീതിയുമുള്ള സ്ഥലം ആണ് മധ്യമക്ഷേത്രം. അതിന് ഖണ്ഡനിർണയവും ഉണ്ട്, വീതി കൽപ്പനയുണ്ട്. അപ്പൊ ഇത് ഖണ്ഡനിർണയമാണ് ആദ്യം പറയുന്നത്. ഭൂമിയെ 4ആയി വിഭജിച്ച് ഈശാന്യ ഖണ്ഡമോ നിരുതി ഖണ്ഡമോ നമുക്ക് വാസ്തുമണ്ഡലമായി സ്വീകരിക്കാം.
ഇത് നമ്മുടെ ഭൂമിയാണ്. അതിനെ 4ആയിട്ട് വിഭജിക്കുക. നമ്മൾ മഹാക്ഷേത്രത്തിന് 16ആയിട്ട് വിഭജിച്ചു. ഇവിടെ 4ആയിട്ട് വിഭജിച്ചാൽ മതി. അതില് ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത് ദിശകൾ. ഇപ്പൊ ഈ 4-1 ഭാഗം ഇതിപ്പോ ഈശാന്യ ഖണ്ഡമാണ്, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറുള്ള 4-1 ഭാഗം. ഇത് നമുക്ക് മധ്യമക്ഷേത്രത്തിൽ ഇത് നമുക്ക് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനമായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിന്റെ അളവ് നോക്കണം. ഇതിന്റെ അളവ് നോക്കുമ്പോൾ ചിലപ്പോൾ ഉത്തമം, അല്ലെങ്കിൽ ഇതിൽ കൂടാതെ, ഇതിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ പാടില്ല, ഇതിൽ കൂടാതുള്ള ഉത്തമമായ അളവെടുത്തിട്ട് ഏതെങ്കിലും ഭാഗത്ത് കുറച്ച് നീളവോ വീതി എവിടെയും കുറച്ചിട്ട് നമ്മൾ ഉത്തമമായ രണ്ട് നീളവും വീതിയും കുറച്ച് സ്ക്വയർ തന്നെ ആകാം. പിന്നെയും അങ്ങനെ എപ്പോഴും സ്ക്വയർ ഷേപ്പാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് നീളത്തിലും വീതിയിലും ഒക്കെ ആവശ്യത്തിന് കുറച്ചിട്ട് ഉത്തമമായ അളവിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ വീട് വയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള ഇത് വരണം. അതൊക്കെ അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇപ്രകാരം വസ്തുവിനെ 4ആയി വിഭജിച്ച് ഈശാന്യ ഖണ്ഡമോ നിരുതി ഖണ്ഡമോ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ ആ സ്വീകരിക്കുന്ന ഖണ്ഡത്തിന് ഇപ്പൊ ഈശാന്യ ഖണ്ഡം സ്വീകരിച്ചാലും നിരുതി ഖണ്ഡം സ്വീകരിച്ചാലും നമ്മൾ സ്വീകരിക്കുന്ന ഖണ്ഡത്തിനെ 4 വീഥികളായിട്ട് തിരിക്കണം. മറ്റേ നമ്മൾ 9 വീഥികളായിട്ട് തിരിച്ചു മഹാക്ഷേത്രത്തിൽ. ഇതിൽ 4 വീഥികളായിട്ട് തിരിക്കണം. 4 വീഥികളായിട്ട് തിരിക്കുമ്പം മധ്യത്തിലുള്ളത് ബ്രഹ്മവീതി, രണ്ടാമത് ബ്രഹ്മവീതി, ദേവവീതി, മനുഷ്യവീതി, പിശാചവീതി. മധ്യത്തിലുള്ള ബ്രഹ്മവീതി, അതിന് ചുറ്റും വരുന്നത് ദേവവീതി, അതിന് ചുറ്റും വരുന്നത് മനുഷ്യവീതി, അതിന് ചുറ്റും വരുന്നത് പിശാചവീതി. ഇങ്ങനെ 4 വീഥികളായിട്ട് തിരിക്കണം. അത് നോക്കാം. പ്രസ്തുത ഖണ്ഡത്തെ 4ആയി വീഥി കൽപ്പന ചെയ്ത് ബ്രഹ്മവീതി അങ്കണമായും ദേവവീതി ഗൃഹസ്ഥാനമായും നിർണ്ണയിക്കാവുന്നതാണ്. അതായത് അതിന്റെ വീട് ബ്രഹ്മവീതിയിലോട്ടോ അല്ലെങ്കിൽ പിശാച വീതിയിലോട്ടോ കയറി വരാൻ പാടില്ല. ഏറ്റവും നല്ലത് ദേവവീതി, അതായത് ദേവവീതി ഗൃഹസ്ഥാനമായി നിർണ്ണയിക്കാൻ കഴിയുന്നത്. ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ളത് ദേവവീതിയിൽ മാത്രമായിട്ട് വീട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചിലപ്പം നമ്മുടെ വീടിന്റെ അളവിന് ദേവവീതി മതിയായില്ലാതിരിക്കും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദേവവീതിയും മനുഷ്യവീതിയും കൊടുക്കാം, രണ്ടിലും കൂടെ ചേർത്ത് വീട് ചെയ്യുക. പക്ഷെ മധ്യത്തിലുള്ള ബ്രഹ്മവീതിയിലോട്ടോ ഏറ്റവും വെളിയിലുള്ള പിശാച വീതിയിലോട്ടോ വീടിന്റെ ഒരു ഭാഗവും പ്രവേശിക്കാൻ പാടില്ല. അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് ഏറ്റവും മധ്യത്തിലുള്ളതാണ്. ഇത് ഒന്നെന്ന് പറഞ്ഞാൽ ബ്രഹ്മവീതി. അതിന്റെ വെളിയില് 2 എന്ന് പറഞ്ഞാൽ ദേവവീതി. അതിന്റെ വെളിയില് 3 എന്ന് പറഞ്ഞാൽ മനുഷ്യവീതി. അതിന്റെ വെളിയില് 4 എന്ന് പറഞ്ഞാൽ പിശാചവീതി. അപ്പൊ ഇതില് നമ്മൾ വീട് വയ്ക്കുമ്പം ഏറ്റവും നല്ലത് 2 അല്ലെങ്കിൽ ദേവവീതിയിൽ മാത്രമായിട്ട് നിൽക്കുന്നതാണ്. അപ്പം 4 കെട്ടാണെങ്കിൽ ആ 1 എന്ന് പറഞ്ഞ ഭാഗം അങ്കണമാക്കിയിട്ട് ആ 2 എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് പിന്നെ കിഴക്ക് വശത്ത് കിഴക്കിനി, തെക്ക് വശത്ത് തെക്കിനി, പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറ്റിനി, വടക്ക് വശത്ത് വടക്കിനി, ഇങ്ങനെ 4 ശാലകളും ചെയ്യാം. അതല്ല ഏകശാലയാണെങ്കിൽ അതും ഈ ഏറ്റവും നല്ലത് ദേവവീതിയിൽ മാത്രമായിട്ട് നിൽക്കണം, 2-ൽ മാത്രമായിട്ട് നിൽക്കണം. അങ്ങനെ നിന്നില്ലെങ്കിൽ അത് പിന്നെ 4 കെട്ടായാലും ശരി, 4 കെട്ടിന് ചതുശാല എന്ന് പറയും. മറ്റേ നമ്മൾ സാധാരണ ചെയ്യുന്ന വീടുകളൊക്കെ ഏകശാലയാണ്. അപ്പൊ ഏകശാലയായിട്ട് ചെയ്താലും അതല്ല 4 കെട്ടായിട്ടോ ചതുശാലയായിട്ടോ ചെയ്താലും ഏറ്റവും ഉത്തമം ഈ 2-ൽ മാത്രമായിട്ട് വീടിന്റെ ഭാഗങ്ങൾ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ 4 കെട്ടായാലും ചതുശാലയായാലും ഏകശാലയായാലും 2-ലും 3-ലും കൂടെ വരാം. പക്ഷെ യാതൊരു കാരണവശാലും 1-ാമത്തെ ബ്രഹ്മവീതിയിലേക്കോ 4-ാമത്തെ പിശാച വീതിയിലേക്കോ വീടിന്റെ ഒരു ഭാഗവും കയറി വരാൻ പാടില്ല. ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ 2-ന്റെ ഇപ്പൊ തെക്കിനിയായിട്ടാണ് ഇവിടെ വീട് ചെയ്യുന്നതിരിക്കട്ടെ. നമ്മൾ ഇവിടെ ഒരു ഏകശാല തെക്കിനിയായിട്ട് ചെയ്യുന്നു. ഏകശാലയ്ക്ക് 4 വിധത്തിൽ ചെയ്യാം: തെക്കിനി, വടക്കിനി, കിഴക്കിനി, പടിഞ്ഞാറ്റിനി. അതൊക്കെ ശാലാ സംവിധാനം എന്നൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. ഇപ്പൊ ഇവിടെ തെക്കിനിക്കാണെങ്കിൽ ഏറ്റവും നല്ലത് തെക്കിനിയുടെ ഈ 2-ാമത്തെ ഭാഗത്തിന്റെ മാത്രമാണ് എടുത്തത്. അപ്പൊ നോക്കാം. ഈസ്റ്റ് ഡയറക്ഷൻ, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇപ്പൊ ഇത് മധ്യത്തിലൂടെ ബ്രഹ്മസൂത്രം, കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് ദിശയിൽ നടുക്കൂടെ വരുന്നത് യമസൂത്രം. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നത് ശരിക്ക് ബ്രഹ്മനാഭിയാണ്. അപ്പൊ ഇതില് 2-ൽ തെക്കിനിയായിട്ട് വരുന്നത് നോക്കുക. ഇത് ബ്രഹ്മനാഭി. ആ മധ്യത്തിൽ 2 ബ്രഹ്മസൂത്രവും യമസൂത്രവും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രഹ്മനാഭി എന്ന് പറയുന്നത്, വാസ്തുമണ്ഡലത്തിന്റെ മധ്യം. ഇപ്പൊ നോക്കുക, നീലനിറം നോക്കുക. ഇപ്പൊ തെക്കിനിയായിട്ടാണ് വീട് ചെയ്യുന്നതെങ്കിൽ ഈ 2-ൽ ഈ ബ്ലൂ കളർ കാണുന്ന ഭാഗത്തിന് അകത്ത് നിൽക്കണം. അതിന് ഉള്ളിലേക്ക് കയറിയാൽ ബ്രഹ്മവീതി വരും. ഏറ്റവും ഉത്തമം ദേവവീതിയാണ്. അപ്പൊ ദേവവീതി മാത്രം നിൽക്കുക.
അപ്പൊ ഈ രണ്ടെന്ന് കാണിച്ച് നീല നിറം കാണിക്കുന്ന ഭാഗത്ത് കംപ്ലീറ്റ് വീട് നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് നിൽക്കണം, അത് കംപ്ലീറ്റ് വേണമെന്നല്ല, അതിനകത്ത് ആ ഭാഗത്ത് എവിടെയും ചെയ്യാം, തെക്കിനിയായിട്ടുള്ള വീട്. ഇനി ഇത്രയും സ്ഥലം പോരാന്നുണ്ടെന്ന് നിൽക്കട്ടെ, ഇത്രയും സ്ഥലം കൊണ്ട് നമുക്ക് വീടിന് തികയില്ലെന്നുണ്ടെങ്കിൽ 2ഉം 3ഉം കൂടെ എടുക്കാം. അപ്പൊ ഇങ്ങനെ വരും. ഇത്രയും സ്ഥലം, അതായത് ദേവവീതിയും മനുഷ്യവീതിയും കൂടെ 2, 3 രണ്ടും കൂടെ എടുത്തിട്ട് ഇപ്പൊ ഈ രണ്ടാമത് വന്ന ആ നീല നിറത്തിനകത്ത് വീട് നിൽക്കത്തക്കൊണ്ട് ചെയ്യണം. യാതൊരു കാരണവശാലും വീട് 1 എന്ന് പറയുന്ന ബ്രഹ്മവീതിയിലോട്ടോ 4 എന്ന് പറയുന്ന പിശാച വീതിയിലോട്ടോ കയറാൻ പാടില്ല. ഈ 2ഉം 3ഉം കൂടെ എടുത്തിട്ട് അതില് നമ്മള് പിന്നെ ഇത് പരമശായിക പദവിന്യാസം അല്ലെങ്കിൽ പദവിന്യാസം ചെയ്ത് വീടിന് സ്ഥാനം കാണും. അതെങ്ങനെയാണ് നമ്മൾ പിന്നെ പഠിക്കാം. പദവിന്യാസം ചെയ്തിട്ടാണ് അപ്പം വാസ്തുമണ്ഡലം കണ്ടിട്ടാണ് പദവിന്യാസം ചെയ്ത്. അപ്പൊ ഈ 2ഉം 3ഉം കൂടെ വീടിന് സ്ഥാനമായിട്ട് എടുക്കാം. ഇത് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇത് മാറ്റാൻ പോവാണ്. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, വേണമെങ്കിൽ വായിക്കാം. അടുത്ത എടുക്കാൻ പോവാണ്. ഇനി അല്പക്ഷേത്രം, അതായത് 70 കോൽ നീളവും വീതിയും വന്നു കഴിഞ്ഞാൽ, നീളവും വീതി 70 കോലോ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മധ്യമക്ഷേത്രമാവും. അതിന് താഴെയുള്ളത് അല്പക്ഷേത്രമാണ്. മിക്കവാറും നമ്മൾ ചെയ്യുന്ന വീടുകളെല്ലാം അല്പക്ഷേത്ര വിധി പ്രകാരം ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഇതുപോലെ ഖണ്ഡനിർണയമോ വീതി കൽപ്പനയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ അപ്പൊ ഇവിടെ നോക്കാം, ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള അത് പ്രധാനമാണ്. കാരണം എല്ലാ സ്ഥലത്തും സാധിച്ചെന്ന് വരില്ല, പക്ഷെ തിയറി പ്രകാരം ദിശയ്ക്ക് സമാന്തരമായിട്ട് വേണം വാസ്തുമണ്ഡലം നമ്മൾ ചെയ്യാൻ. അപ്പൊ അത് പറ്റിയില്ലെങ്കിൽ പിന്നെ ദിശാദോഷത്തോടു കൂടിയുള്ള വീട് ചെയ്യേണ്ടി വരും. ദിശാദോഷം ശരിക്കും വീടിന് പാടില്ലെന്നാണ് വാസ്തുപ്രകാരം. പിന്നെ ദിശാദോഷം നമ്മൾ ദിശാദോഷം ഇല്ലാതെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദിശാദോഷത്തോടു കൂടി ചെയ്തിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഏറ്റവും നല്ല ഒരു പരിഹാരവും ചെയ്യാതെ നമ്മൾ പരിഹാരം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിവാഹം ചെയ്യുന്നു, അസുഖമുള്ള ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ ഒക്കെ വിവാഹം ചെയ്തിട്ട് പിന്നെ മരുന്ന് കൊടുത്ത് മാറിയെന്ന് വരാം. പക്ഷെ അതിനേക്കാൾ നല്ലത് അസുഖം ഇല്ലാത്ത ഒരു ആളുമായിട്ടുള്ള വിവാഹമാണ്. നമ്മൾ എപ്പോഴും അത് വധുവായാലും വരനായാലും അതായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ അസുഖം ഇല്ലാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വീടും സ്ഥലവും എല്ലാം. ചില കേസുകളിൽ പറ്റാതെ വരുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ അസുഖമുള്ള വ്യക്തി ചെയ്തിട്ട്, അതായത് ദിശാദോഷത്തോടുകൂടിയൊക്കെ ചെയ്തിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കറക്ഷൻ ചെയ്യേണ്ടി വരും. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പൊ ആദ്യം നമ്മളേക്കുന്നതൊക്കെ ഐഡിയൽ കണ്ടീഷനാണ്. ഐഡിയൽ കണ്ടീഷൻ എന്ത് വേണമെന്നുള്ളതാണ്. അപ്പൊ അല്പക്ഷേത്രത്തില് ദിശയ്ക്ക് സമാന്തരമായിട്ട്, അതായത് പാരലായിട്ട് 70 കോലിൽ താഴെ വശങ്ങളുള്ള സമചതുരമായ സ്ഥലമാണ്. അത് 70 കോൽ നീളം 70 കോൽ വീതി, അല്ലെങ്കിൽ 80 കോൽ നീളം 80 കോൽ വീതി, അങ്ങനെ അതാണ് ഏറ്റവും നല്ല ഐഡിയൽ. അതല്ല പിന്നെ കറക്റ്റ് സമാന്തരമായിട്ട് കിട്ടിയില്ല, ഇപ്പൊ 80 കോൽ നീളവും 70 കോൽ വീതിയാണെന്നിരിക്കട്ടെ, അതും അല്പക്ഷേത്ര 80 70 അല്ല 70 പിന്നെ ഇപ്പൊ 60 കോൽ നീളവും 60 കോൽ വീതിയാണെങ്കിലും അല്പക്ഷേത്രമാണ്. അപ്പൊ അങ്ങനെ 70 കോൽ മോളിൽ നീളവും വീതിയും വന്നാലേ മധ്യമക്ഷേത്രമാവുള്ളൂ. ഇപ്പൊ 70 കോൽ താഴെ വശങ്ങളുള്ള, അത് എത്ര 2 സെന്റ് ആയാലും ശരി, എത്ര ആയാലും അതെല്ലാം അല്പക്ഷേത്ര വിധി പ്രകാരം ചെയ്യേണ്ടതാണ്. ദിശയ്ക്ക് സമാന്തരമായി 70 കോലിൽ താഴെ വശങ്ങളുള്ള സമചതുരമായ സ്ഥലം, അതിനാണ് അല്പക്ഷേത്രം എന്ന് പറയുന്നത്. ഗൃഹമധ്യ ബിന്ദുവിന്, അതായത് വീടിന്റെ മധ്യത്തിന് ഗൃഹനാഭി എന്നാണ് പേര്. അതുപോലെ വാസ്തു മണ്ഡലത്തിന്റെ മധ്യത്തിന് ബ്രഹ്മനാഭി എന്നാണ് പേര്. നമ്മൾ നേരത്തെ കണ്ടതാണ്. വാസ്തു മധ്യ ബിന്ദുവിന് ഇവിടെ വാസ്തു മണ്ഡലമാണ്. വാസ്തു മണ്ഡലത്തിന്റെ മധ്യബിന്ദുവിന് ബ്രഹ്മനാഭി എന്നും പറയും. ഗൃഹനാഭി ബ്രഹ്മനാഭി, ഗ്രഹത്തിന്റെ മധ്യമാണ് ഗൃഹനാഭി, വാസ്തു മണ്ഡലത്തിന്റെ മധ്യമാണ് ബ്രഹ്മനാഭി. മാറ്റുകയാണ്. ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ് കേട്ടോ, ഒന്നും എഴുതാൻ ആവശ്യമില്ല. ഇനി കിഴക്കും വടക്കും ദർശനമായ ഭവനങ്ങൾ, ഒന്നുകിൽ കിഴക്കോട്ട് ദർശനം അല്ലെങ്കിൽ വടക്കോട്ട് ദർശനം ആയിട്ടുള്ള ഭവനങ്ങൾക്ക് ഗൃഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് വരത്തക്കവണ്ണം സ്ഥാനനിർണ്ണയം ചെയ്യണം. അപ്പോൾ ബ്രഹ്മനാഭി നമുക്കറിയാം വാസ്തുമണ്ഡല മധ്യമാണ്. അതിന്റെ തെക്ക് പടിഞ്ഞാറോട്ട് ഗൃഹനാഭി മാറി വരണം, ഗൃഹത്തിന്റെ മധ്യം മാറി വരണം. കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായ ഭവനം അങ്ങനെയും ചെയ്യാവും. കിഴക്ക് ദിശയ്ക്ക് ദർശനമായ ഭവനം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്റിനെയാണ്. അതുപോലെ വടക്ക് ദിശയ്ക്ക് ദർശനമായ ഭവനം എന്ന് പറഞ്ഞാൽ തെക്കിനെയാണ്. അതിലേക്കും നമ്മൾ പിന്നെ വരും. പിന്നെ നമ്മള് പിന്നെ ഇത് പിന്നെ ഓരോ ഏകശാല, ദ്വിശാല, ത്രിശാല, ചതുശാല എന്നുള്ളത് അതിനെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പം കിഴക്കോട്ട് ദർശനമായ വീട് കിഴക്കോട്ട് ദർശനമായിരിക്കും, പടിഞ്ഞാറോട്ട് മാറി വരും, അതിന് പടിഞ്ഞാറ്റിനി. വീട് വടക്കോട്ട് ദർശനമായിട്ട് വരും, തെക്കോട്ട് മാറി നിൽക്കും, അതിനാണ് പിന്നെ തെക്കിനി.
അപ്പം കിഴക്ക് ദർശനമായ വീടിന് പടിഞ്ഞാറ്റിനി എന്നും വടക്ക് ദർശനമായ വീടിന് തെക്കിനി എന്നും പറയും. അപ്പൊ കിഴക്കും വടക്കും ദർശനമായ ഭവനങ്ങൾക്ക് ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയുടെ ഭാഗത്തേക്ക് മാറി വരണം. ബ്രഹ്മനാഭിയുടെ കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലോട്ട് മാറി വേണം ഗ്രഹനാഭി വരാൻ. ഇനി പിന്നെ ഏത് ദിശയിൽ ദർശനമായാലും കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ എങ്ങോട്ട് ദർശനമായാലും ശരി, ബ്രഹ്മനാഭിയുടെ തെക്ക് കിഴക്ക്, അതായത് അഗ്നിഖണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ വായുമൂല അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോട്ടോ ഗ്രഹനാഭി വരാൻ പാടില്ല. വരുന്നത് ദോഷമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹനാഭി ഒരിക്കലും ബ്രഹ്മനാഭിയുടെ തെക്ക് കിഴക്കേ ഭാഗത്തേക്കോ അതായത് അഗ്നിമൂലയുടെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറേ ഭാഗം അല്ലെങ്കിൽ വായുമൂലയുടെ ഭാഗത്തേക്കോ വരാൻ പാടില്ല. ഇവിടെ നോക്കുക, ഇവിടെ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയാണിത്. ആ അകത്ത് കാണുന്ന ഏറ്റവും വെളിയിൽ കാണുന്നത് പിശാച വീതിയാണ്. അപ്പം പിശാച വീതിക്ക് അകത്ത് വരുന്ന അകത്തായി വീട് നിൽക്കാവും. പിശാച വീട്ടിലോട്ട് വീട് കയറി വരാൻ പാടില്ല. ഇത് ബ്രഹ്മസൂത്രം, യമസൂത്രം, അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്നതാണ് ബ്രഹ്മനാഭി. ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ആ മധ്യമാണ് ബ്രഹ്മനാഭി. ഇത് വടക്ക് ദർശനമായ വീടാണെങ്കിൽ നമുക്ക് നോർത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. വടക്കോട്ട് അതായത് തെക്കോട്ട് വീട് മാറി വരും. അപ്പൊ തെക്കോട്ടല്ല ശരിക്കും വേണ്ട, തെക്ക് പടിഞ്ഞാറേക്ക്. അതായത് ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറി ഗ്രഹനാഭി വരണം. ഇപ്പൊ നോക്കുക, ഇവിടെ നോക്കുക, ഇപ്പൊ രണ്ട് വര, ആ രണ്ട് വരയുടെ മീറ്റ് ചെയ്യുന്ന ഭാഗം നോക്കുക. ആ രണ്ട് വരയുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഗ്രഹനാഭി എങ്കിൽ, ഗ്രഹത്തിന്റെ മധ്യമെങ്കിൽ നമുക്കറിയാം ഗ്രഹം പിന്നെ കന്നിമൂലയുടെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. മധ്യം മാറിയെന്നാൽ മതി. ഗ്രഹം കംപ്ലീറ്റ് മാറിയെന്ന് വരില്ല. കുറെ ഭാഗം നോർത്ത് ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും ഒക്കെ വരും. പക്ഷെ ഗ്രഹമധ്യം അല്ലെങ്കിൽ ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറേക്ക് മാറി നിൽക്കണം. വടക്കോട്ടോ കിഴക്കോട്ടോ. ഇതിപ്പോ വടക്ക് ദർശനമാണെങ്കിൽ നമ്മൾ ആ വീടിന്റെ ഔട്ട്ലൈൻ കാണിക്കുകയാണ്. ഇത് ഗ്രഹനാഭിയാണ്. അപ്പം ബ്രഹ്മനാഭിയും ഗ്രഹനാഭിയും കണ്ടു. ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ഗ്രഹനാഭി വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് വീടിന്റെ രണ്ട് വീടാണ് റെക്ടാങ്കിളായിട്ട് കാണിക്കുന്ന വീടാണെങ്കിൽ ആ വീട് നമുക്കറിയാം വീടിന്റെ കൂടുതൽ ഭാഗവും പിന്നെ സൗത്ത് വെസ്റ്റിലോട്ട് മാറി നിൽക്കുകയാണ്. ഗ്രഹനാഭി മധ്യയിലോട്ട് മാറി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ വടക്കോട്ട് ദർശനം കഴിഞ്ഞാൽ എപ്പോഴും ഏത് ദിശയിലേക്കാണോ ദർശനം നമ്മുടെ മുൻവശം. ഇപ്പൊ ഈ വീട്, ഈ കാണുന്ന വീടിന്റെ മുൻവശം എന്ന് പറഞ്ഞാൽ വടക്കുവശമാണ്, പുറകുവശം എന്ന് പറഞ്ഞാൽ തെക്കുവശമാണ്. മറ്റു രണ്ടും രണ്ട് വശങ്ങളാണ്. അപ്പം രണ്ട് വശങ്ങളെക്കാളും കൂടുതൽ വടക്കും തെക്കും ഉള്ളതാണ് ഏറ്റവും നല്ലത്. അത് എങ്ങോട്ടാണോ ദർശനം, അതായത് നമ്മുടെ വീടിന്റെ മുൻവശവും പുറവശവും രണ്ട് വശങ്ങളും ഉള്ള അളവുകളേക്കാൾ കൂടിയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കുക, വടക്ക് ദിശയിലേക്കാണ് ദർശനം. അപ്പൊ വടക്കുവശമാണ് മുൻവശം വീടിന്റെ. അപ്പൊ വടക്കുവശവും അതുപോലെ പുറകുവശം തെക്കുവശവും മറ്റു രണ്ട് വശങ്ങളേക്കാൾ നീളം കൂടുതലാണ്. ഇതാണ് ഐഡിയൽ ആയിട്ടുള്ള ഏറ്റവും നല്ല. എല്ലാ വീടുകളിലും എല്ലാ പുരയിടങ്ങളിലും ഇങ്ങനെ പറ്റിയെന്ന് വരില്ല. സാധിക്കുമെങ്കിൽ ഇതുപോലെ ചെയ്യണം. അതായത് എങ്ങോട്ടാണോ ദർശനം, അത് വീടിന്റെ മുൻവശം രണ്ട് വശങ്ങളിലുള്ള അളവിനേക്കാൾ കൂടുതലായിരിക്കണം മുൻവശവും പുറകുവശവും ഉള്ള അളവ്. ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ അത് കാണാം നമുക്ക്. ഇനി വീട് വടക്കോട്ട് ദർശനമായിട്ട് വടക്കോട്ട് ആരോയും വരും. ഈ ആരോയുടെ അർത്ഥം വീട് വടക്കോട്ട് ദർശനമാണ്. അത് നോർത്ത് ഫേസിങ് ഹൗസ്, വടക്ക് ദർശനമായ വീട്. അപ്പൊ ആ വീടിന് അതിന്റെ ബ്രഹ്മനാഭി ഗ്രഹനാഭി അങ്ങനെ വരുന്നു, അതറിയാം. അളവ് കൂടിയ വശം ഏത് ദിശയിലേക്കാണോ ഫേസ് ചെയ്യുന്ന ആ ദിശയിൽ അളവ് കൂടിയ വശം, അത് മുൻവശം പുറകുവശവും അതുപോലെ ആയിരിക്കും, റെക്ടാങ്കിൾ ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് പിന്നെ വടക്ക് ദർശനമായ ഭവനം. അതുപോലെ കിഴക്ക് ദർശനമാണെങ്കിൽ ഇതുപോലെ ബ്രഹ്മനാഭി വാസമുള്ളതൊക്കെ അത് തന്നെ. പക്ഷെ വീട് കിഴക്കോട്ട് ദർശനമാണെങ്കിൽ അപ്പൊ മുൻവശം കിഴക്ക് വരും, പുറകുവശം പടിഞ്ഞാറ് വരും. മുൻവശവും പുറകുവശവും ആയിരിക്കണം അളവ് കൂടുതൽ. അപ്പം കിഴക്കുവശവും പടിഞ്ഞാറ് വശവും അളവ് കൂടുതലും, തെക്കും വടക്കും അളവ് കുറവുമായിരിക്കും വീടിന്റെ. ഇവിടെ നോക്കുക, സപ്പോസ് ഇതാണ് രണ്ട് മധ്യ രേഖകൾ വീടിന്റെ. വീടിങ്ങനെ വരും. ഇത് ഗ്രഹനാഭി, ഗൃഹത്തിന്റെ മധ്യം. ഇതാണ് വീട്. ഇപ്പൊ നോക്കുക, നമുക്ക് ഇത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്. ആരോ കിഴക്കോട്ട് വരും, നോക്കാം. ആരോ കിഴക്കോട്ട് വന്നു. അപ്പം ഇത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടാണ്. അതായത് കിഴക്ക് ദർശനമായ വീട് അല്ലെങ്കിൽ പടിഞ്ഞാറ്റിനി. അപ്പൊ ഇതിന്റെ മധ്യവും തെക്ക് പടിഞ്ഞാറോട്ട് മാറിയിരിക്കുകയാണ്. ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ഗ്രഹനാഭി വരുന്നത്. അപ്പൊ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായാൽ ഇങ്ങനെ തന്നെ വരണം. വീട് കിഴക്കോട്ട് ദർശനമാണ്. മുൻവശവും പുറകുവശവും അളവ് കൂടുതലാണ്.
നോക്കുക, കിഴക്ക് വശത്തെ അളവ് തെക്കും വടക്കോൾ വീടിന്റെ തെക്കും വടക്കോളുള്ള അളവിനേക്കാൾ കൂടുതലാണ് കിഴക്കും പടിഞ്ഞാറും. ഇതാണ് ഐഡിയൽ കണ്ടീഷൻ. ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ക്ലിയർ ആയി കാണുന്നതായിരിക്കും. ഇത് വേണേൽ വരച്ചോളൂ. ഇതിൽ ഏതോ ഒരെണ്ണം പുസ്തകത്തിലുണ്ട്, 4 ഇത് എല്ലാം കാണിച്ചിട്ടില്ല. വരച്ചു കാണുന്ന വിചാരിക്കുന്നു. അടുത്തിലോട്ട് പോകാമല്ലോ. ഓക്കെ, ഇത് വാസ്തുമണ്ഡലം, പിശാച വീതി, ഇത് ബ്രഹ്മസൂത്രം, അതായത് കിഴക്കുന്ന പടിഞ്ഞാറോട്ടുള്ള ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് ഡയറക്ഷനിൽ യമസൂത്രം, ഈസ്റ്റ് വെസ്റ്റ്, ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത്. കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് ദിശയിൽ യമസൂത്രം. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ബ്രഹ്മനാഭി. ഇപ്പൊ വീട് ഇതാണ് ഇരിക്കുന്ന ഷേപ്പ്. ഈ വീട് കണ്ടാൽ ഇത് പിന്നെ ഇതിന്റെ മധ്യം നോക്കുക, വടക്ക് കിഴക്കോട്ട് മാറി നിൽക്കും. 2 ലൈനും വരയ്ക്കാം. അതിന് 2 മധ്യരേഖകൾ വരച്ചു. അത് മീറ്റ് ചെയ്യുന്നതാണ് ഗ്രഹനാഭി വരുന്നത്. അപ്പൊ ഇവിടെ ഗ്രഹനാഭി വടക്ക് കിഴക്കോട്ട് മാറി നിൽക്കുകയാണ്. അപ്പം വീട് ഇവിടെ ഇപ്പം വീതി കൂടിയ വശം പടിഞ്ഞാറ് മുൻവശം. അപ്പം ഇതിപ്പം നമുക്ക് ഈ വീട് കണ്ടാൽ ശരിക്ക് ഐഡിയൽ ആയിട്ടുള്ള ഇതാണെങ്കിൽ ഇത് കിഴക്കിനെയാണ്. വീട് പിന്നെ കിഴക്കോട്ട് മാറി നിൽക്കുന്നു. അല്ല സോറി, ദർശനം എങ്ങോട്ടാണ്? വടക്ക് കിഴക്കോട്ട് മധ്യം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ തെക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ദർശനമായിരിക്കണം. തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമുള്ള വീടിന് ഇതുപോലെ ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കായിട്ട് ഗ്രഹനാഭി വരാം. പക്ഷെ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ളവർ കന്നിമൂലയുടെ ഭാഗത്തേക്ക് തന്നെ വരണം. ഇതും ശരിക്കും പറഞ്ഞ തെക്ക് ദർശനമോ പടിഞ്ഞാറ് ദർശനമായ വീടിനും വേണമെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്തോട്ടും വരാം. കാരണം കന്നിമൂലയുടെ ഭാഗത്ത് എപ്പോഴും വീടിന്റെ വെയിറ്റ് കന്നിമൂലയിലോട്ട് വന്നിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ഏത് സമയം ഈശാന്യമൂലയുടെ ഭാഗത്ത് വെയിറ്റ് കുറയുന്നതും കന്നിമൂലയുടെ ഭാഗത്ത് വെയിറ്റ് കൂടുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പം ഈ ഫെങ്ഷുയി അതിലെ സംയോജിത വാസ്തുശാസ്ത്രം അതിനായിട്ട് പിന്നെ പറയാം. അപ്പൊ അതൊക്കെ വയ്ക്കുമ്പോൾ അത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വീടിന്റെ വെയിറ്റ് അല്ലെങ്കിൽ വീടിന്റെ ഭാരം കന്നിമൂല അല്ലെങ്കിൽ പിന്നെ നിരുതി ഖണ്ഡത്തിലോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഈശാന്യ ഖണ്ഡത്തിൽ വെയിറ്റ് കുറയുന്നതല്ല. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കൂടുതൽ ഭാഗവും ഈശാന്യ ഖണ്ഡത്തിലാണ്. അപ്പൊ ഈശാന്യ മൂലയിൽ കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പം പിന്നെ വീട് എങ്ങോട്ട് ദർശനമായാലും കന്നിമൂലയുടെ ഭാഗത്തേക്ക് ഗ്രഹനാഭി വരാം. പക്ഷെ കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് ദർശനമെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്തേക്ക് തന്നെ വന്നിരിക്കണം. തെക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായി. ഇതിപ്പോ പടിഞ്ഞാറോട്ട് ദർശനമാണ് ഈ വീട്. അപ്പം വീട് കിഴക്കോട്ട് മാറിയിരിക്കുന്നു, പടിഞ്ഞാറോട്ട് ദർശനം. എൻ്റെ ഡയറക്ഷൻ കാണിക്കാം. ഇത് പടിഞ്ഞാറ് ദർശനമാണ്. പടിഞ്ഞാറോട്ട് ആരോ കാണിക്കുന്നു. അപ്പോൾ ആ മുൻവശം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്. മുൻവശവും പുറവശവും അളവ് കൂടുതലാണ് വീടിന്റെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കുന്നു. അപ്പൊ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ദർശനമായ വീട് ഇങ്ങനെയാകാം. അവസരം കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമാണെങ്കിൽ ഇത് പാടില്ല. തെക്ക് പടിഞ്ഞാറേക്ക് തന്നെ വരണം. കിഴക്കോട്ടും ഇപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്ന തെക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായതും കന്നിമൂലയുടെ ഭാഗത്തേക്ക് വന്ന് ചെയ്യാറുണ്ട് ഇപ്പം. കാരണം അതിന് കന്നിമൂലയുടെ ഭാഗത്തേക്ക് ഏത് ദിശയിലായാലും കന്നിമൂലയുടെ ഭാഗത്തേക്ക് വരാം എന്നൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ വരാം. ഇതാണ് ഇപ്പൊ ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു, വരച്ച് കാണുന്ന വിചാരിക്കുന്നു. അടുത്തത് ഇനി തെക്ക് ദർശനം. ഇപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ബ്രഹ്മനാഭി കാണാം. ബ്രഹ്മനാഭി ഇല്ല അങ്ങോട്ട്. ബ്രഹ്മനാഭി എന്ന് പറയുന്നത് വാസ്തു മണ്ഡലത്തിന്റെ മധ്യം. ആ ലൈൻ ഡോട്ട് ഇട്ടേക്കുന്ന ബ്രഹ്മസൂത്രോ യമസൂത്രോ മീറ്റ് ചെയ്യുന്നതാണ് ബ്രഹ്മനാഭി. ഗ്രഹനാഭി എന്ന് പറയുന്നത് ആ വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. വീടിന് 4 വശവും കാണിച്ചു. അതിന്റെ വീടിന്റെ ബ്രഹ്മസൂത്രോ യമസൂത്രവും കാണിച്ചിട്ടുണ്ട്. ആ വീടിന്റെ മധ്യം കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്ക് അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നതാണ് ഗ്രഹനാഭി. അത്രയും ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറി അല്ലെങ്കിൽ ഈശാന്യ ഖണ്ഡത്തിലേക്ക് മാറിയാണ്, അല്ലെങ്കിൽ ഈശാന്യമൂലയുടെ ഭാഗത്തേക്ക് മാറിയിട്ടാണ് ഗ്രഹമധ്യം വന്നിരിക്കുന്നത്. അത് സംശയമുണ്ടോ ആർക്കെങ്കിലും? ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറിയാണ് ഗ്രഹനാഭി വന്നിരിക്കുന്നത്. അപ്പൊ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഫേസ് ചെയ്യുന്ന വീടിന്, അതായത് തെക്കോട്ടോ തെക്ക് ദിശയിലേക്കോ പടിഞ്ഞാറ് ദിശയിലേക്കോ അഭിമുഖമായ വീടിന് ഇങ്ങനെ വരാം. ഇത് ഓക്കെയാണ്. പക്ഷെ കിഴക്കോട്ട് നമ്മൾ നേരത്തെ കാണിച്ച് കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്യുന്ന വീടാണ് നേരത്തെ നമ്മൾ കാണിച്ചത്. അതിന് ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല. അതിന് തെക്ക് പടിഞ്ഞാറ് തന്നെ ഗ്രഹനാഭി വരണം. ഈ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമാണ് ഇങ്ങനെ വരാം.
അപ്പൊ അവിടെ നമ്മള് പക്ഷെ അതേസമയം എങ്ങോട്ട് ദർശനമായാലും തെക്ക് പടിഞ്ഞാറ് വരാമെന്നൊരു ഇതുണ്ട്. ഏത് ദർശനമായാലും കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ ആയിക്കോട്ടെ ഈ പിന്നെ സൗത്ത് വെസ്റ്റിലേക്ക് വരാം. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പൊ ഇത് മനസ്സിലാക്കുക. ഇതിനകത്ത് ക്ലിയർ ആയോ? ഡൗട്ട് ക്ലിയർ ആയോ? ഹലോ, സംശയം ചോദിച്ചത് ക്ലിയർ ആയോ? എപ്പോഴും ഇനി ഡൗട്ട് ചോദിക്കുമ്പോൾ പേരൊന്ന് പറഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കുക. അപ്പൊ ഇപ്പൊ ഇവിടെ ഇത് പടിഞ്ഞാറ് ദർശനമായ വീടാണ്. ഇപ്പൊ നമ്മൾ ആദ്യം കാണിച്ചത് കിഴക്കും വടക്കും ദർശനം കാണിച്ചു. ഇനി തെക്ക് ദർശനം നോക്കാം. വാസ്തുമണ്ഡലം, ശാജവീതി, ഇത് ബ്രഹ്മസൂത്രം, പ്ലോട്ടിന്റെ വാസ്തുമണ്ഡലത്തിന്റെ ബ്രഹ്മസൂത്രം, വാസ്തുമണ്ഡലത്തിന്റെ യമസൂത്രം, തെക്ക് വടക്ക് യമസൂത്രം, കിഴക്ക് പടിഞ്ഞാറ് ബ്രഹ്മസൂത്രം. അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്നത് ബ്രഹ്മനാഭി, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇത് തെക്ക് ദർശനമായ വീട്. തെക്ക് ദർശനമായ വീടായാലും നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് മാറി വരാം. തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമായ വീട് ഗ്രഹനാഭി വടക്ക് കിഴക്കോട്ട് മാറി വരാം. അപ്പൊ ഇവിടെ അങ്ങനെ വരത്തക്കൊണ്ട് അപ്പൊ തെക്ക് ദർശനമായ വീടാകുമ്പോൾ തെക്ക് വശമാണ് മുൻവശം. അപ്പൊ തെക്ക് വശവും അതിന്റെ നേരെ എതിരെയുള്ള വടക്ക് വശവും അളവ് കൂടിയിരിക്കണം, നീളം കൂടിയിരിക്കണം. ഇപ്പൊ ഇത് നോക്കുക, അതിന്റെ മധ്യവും വരയ്ക്കാം. ഇപ്പൊ ഗ്രഹനാഭി നോക്കുക, വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ തെക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമുള്ള വീടിന് ഗ്രഹനാഭി പിന്നെ ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറി വരാം. പക്ഷെ കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് ദർശനമെങ്കിൽ അത് കിഴക്കോട്ട് ദർശനം കഴിഞ്ഞാൽ പടിഞ്ഞാറ്റിനി, വടക്കോട്ട് ദർശനം കഴിഞ്ഞാൽ തെക്കിനി. പടിഞ്ഞാറ്റിനിയോ തെക്കിനിയോ ആണ് വടക്ക് കിഴക്ക് വരാൻ പാടില്ല. പക്ഷെ എങ്ങോട്ട് ദർശനമായാലും തെക്ക് പടിഞ്ഞാറാകാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് കിടക്കാൻ പോവാണ്. ഇവിടെ ദർശനം തെക്കോട്ടാണ്. അപ്പൊ തെക്കോട്ട് ആരോ വരും. ഇത് തെക്കോട്ട് ദർശനം. എന്നാലും വരച്ചു കാണുന്ന വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഗ്രഹനാഭിയും ബ്രഹ്മനാഭിയും ഒരേ ബിന്ദുവിൽ വരാൻ പാടില്ല. നമുക്ക് പ്ലോട്ടിന്റെ മധ്യം എടുക്കുന്നു, ബ്രഹ്മനാഭി, അവിടെ തന്നെ ഗ്രഹനാഭി വരാൻ പാടില്ല. സെയിം സ്പോട്ട് ബ്രഹ്മനാഭിയും ഗ്രഹനാഭിയും കൂടെ കോയിൻസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരേ പോയിന്റ് വരാൻ പാടില്ല. എപ്പോഴും ബ്രഹ്മനാഭിയിൽ നിന്നും കുറച്ച് മാറി വേണം ഗ്രഹനാഭി വരാൻ. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് രേഖകളിൽ ഗ്രഹനാഭി വരാൻ പാടില്ല. ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്, പക്ഷെ നിങ്ങൾക്ക് വേണേൽ എഴുതിയെടുക്കാം. ഗ്രഹനാഭിയും ബ്രഹ്മനാഭിയും ഒരേ ബിന്ദുവിൽ വരാൻ പാടില്ല, ഒരേ പോയിന്റ് വരാൻ പാടില്ല. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് രേഖ, തെക്ക് വടക്ക് രേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യമസൂത്രമാണ്. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന ബ്രഹ്മനാഭി എന്ന് പറഞ്ഞാൽ പ്ലോട്ടിന്റെ മധ്യം. അപ്പൊ പ്ലോട്ടിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന തെക്ക് വടക്ക് രേഖയ്ക്ക് നമ്മൾ യമസൂത്രം എന്ന് പറയും. കിഴക്ക് പടിഞ്ഞാറ് രേഖയ്ക്ക് നമ്മൾ ബ്രഹ്മസൂത്രം എന്ന് പറയും. അപ്പൊ യമസൂത്രവും ബ്രഹ്മസൂത്രവും അതിൽ രണ്ടിലും ഗ്രഹനാഭി വരാൻ പാടില്ല. അതായത് ഗ്രഹത്തിന്റെ മധ്യം ബ്രഹ്മസൂത്രത്തിലോ യമസൂത്രത്തിലോ വരാൻ പാടില്ല. തെക്ക് വടക്ക് ദിശയിലുള്ള യമസൂത്രത്തിലോ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ബ്രഹ്മസൂത്രത്തിലോ ഗ്രഹത്തിന്റെ മധ്യം ഗ്രഹനാഭി വരാൻ പാടില്ല. അതുപോലെ രണ്ട് ഡയഗനിലുണ്ട്, അതിലും ഗ്രഹനാഭി വരാൻ പാടില്ല. രണ്ട് ഡയഗൻ എന്ന് പറഞ്ഞാൽ ഒന്ന് വടക്ക് കിഴക്ക് മൂലയിൽ നിന്നും ഈശാന മൂലയിൽ നിന്നും കന്നി മൂലയിലേക്ക്, അതിന് നമ്മൾ കർണസൂത്രം എന്ന് പറയും. അതുപോലെ അഗ്നി മൂലയിൽ നിന്നും വായുമൂലയിലേക്കുള്ള ആ ഡയഗനൽ, ആ കർണത്തിന് മൃത്യുസൂത്രം എന്ന് പറയും. ഈ മൃത്യുസൂത്രത്തിലോ കർണസൂത്രത്തിലും ഗ്രഹനാഭി വരാൻ പാടില്ല. അത് നോക്കുക, അത് എഴുതിക്കൂടാ. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന വാസ്തു മണ്ഡലത്തിലെ രണ്ട് കർണങ്ങളിലും, ആ രണ്ട് കർണങ്ങളുടെ പേരാണ് ഒന്ന് കർണസൂത്രം, മറ്റേത് മൃത്യുസൂത്രം, ഗ്രഹനാഭി വരാൻ പാടില്ല. അതൊക്കെ നമ്മൾ പിന്നെ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബ്രഹ്മസൂത്രം, യമസൂത്രം, മൃത്യുസൂത്രം, കർണസൂത്രം, ഇതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുക. അതെങ്ങനെയാണുള്ളത്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ആ രണ്ട് കർണങ്ങളുടെ പേരൊന്നും അതാണ് ഇപ്പം പറയാത്തത്. ആ രണ്ട് കർണങ്ങളുടെ പേരൊക്കെ പിന്നെ രണ്ട് കർണങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞ മൃത്യുസൂത്രവും കർണസൂത്രവും. അതൊക്കെ ഇപ്പം നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, ഇത് തന്നെ എഴുതിയാൽ മതി. അത് ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് അത് കുറവാക്കാം. ഇത് എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. അടുത്തലേക്ക് വരികയാണ്. അടുത്താണ് പദവിന്യാസം. ഇപ്പൊ നമ്മൾ വാസ്തു മണ്ഡലത്തിന്റെ സ്ഥാനവും അളവുകളും ഒക്കെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ആ വാസ്തു മണ്ഡലത്തിനകത്ത് വീടിന്റെ സ്ഥാനം കാണണം. അങ്ങനെ വീടിന്റെ സ്ഥാനം കാണുന്നതിനാണ് പദവിന്യാസം എന്ന് പറയുന്നത്. പദങ്ങളായി വിന്യസിക്കുക. പദങ്ങളായി വിന്യസിച്ചിട്ട് വേണം നമുക്ക് വീടിന്റെ സ്ഥാനം കാണാൻ.
അപ്പൊ ഈ പദങ്ങളായിട്ട് വിന്യസിക്കുന്നതിന് 3 മെത്തേഡുണ്ട്, 3 വിധത്തിൽ ചെയ്യാം. അതായത് ആ 3 മെത്തേഡാണ്. ഒന്ന്, ദശവർഗ പദവിന്യാസം അല്ലെങ്കിൽ ആസന പദവിന്യാസം. പദവിന്യാസത്തിന് 3 മെത്തേഡുണ്ട്, 3 വിധത്തിൽ പദവിന്യാസം ചെയ്യാം. ഒന്ന്, ദശവർഗ പദവിന്യാസം, അത് 10 നീളത്തെയും വീതിയും 10 പിന്നെ പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആണ് ദശവർഗ പദവിന്യാസം അല്ലെങ്കിൽ ആസന പദവിന്യാസം. 2, നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസം. അതായത് 9 പിന്നെ പദങ്ങളായി, അതായത് ഡിവൈഡ് ചെയ്യുക 9 പദങ്ങളായിട്ട്. നവവർഗ പദവിന്യാസം 9 പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക, നീളത്തെയും വീതിയും. അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് പരമശായിക പദവിന്യാസം. മൂന്നാമത്തത് അഷ്ടവർഗ പദവിന്യാസം അല്ലെങ്കിൽ മണ്ഡൂക പദവിന്യാസം. അത് 8 തിരിക്കുന്നത്, നീളത്തെയും വീതിയും 8 ഡിവൈഡ് ചെയ്യുന്നത്, 8 പദങ്ങളായിട്ട്. 10 പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ദശവർഗ പദവിന്യാസം അല്ലെങ്കിൽ ആസന പദവിന്യാസം. 9 പദങ്ങളായിട്ട് തിരിക്കുന്നതിന് നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസം. 8 പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് അഷ്ടവർഗ പദവിന്യാസം അല്ലെങ്കിൽ മണ്ഡൂക പദവിന്യാസം. ഇതില് ആ രണ്ടാമത് എഴുതിയിരിക്കുന്ന നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസമാണ് മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും നല്ലത്. വീടുകളോ അത് നമ്മൾ വെക്കുന്ന ബിൽഡിങ്ങുകൾക്കല്ല ഏറ്റവും നല്ലത്. അത് ഹോസ്പിറ്റൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, കടകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, അതിനൊക്കെ നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസമാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അതാണ്. മറ്റേ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എങ്ങനെ ഇത് 9 മറ്റേ 10, 8 ആണെന്നുള്ളേ ഉള്ളൂ, ആ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ വീടുകൾക്ക്, മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസമാണ്. മനുഷ്യാലയങ്ങൾക്ക് പരമശായിക പദവിന്യാസമാണ് ഏറ്റവും യോജിച്ചത്. എഴുതി കാണുന്ന വിചാരിക്കുന്നു. ആരും കംപ്ലീറ്റ് ചെയ്തില്ലേ പറയാം. ഇതൊക്കെ എഴുതേണ്ട ആവശ്യമില്ല, അതെല്ലാം പുസ്തകത്തിലുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പരമശായിക പദവിന്യാസം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോ ഒരു വാസ്തുമണ്ഡലമാണ്. ആ വാസ്തുമണ്ഡലം നീളത്തെയും വീതിയും നമ്മൾ 9 ഭാഗിക്കണം. നോർത്ത്, സൗത്ത്, വടക്ക്, തെക്ക്, 3 വശം കിഴക്ക് വരും, താഴെ പടിഞ്ഞാറ് ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് അത് ഞാൻ കിഴക്കും പടിഞ്ഞാറും കാണിച്ചിട്ടില്ല. ഇങ്ങനെ 9 ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇതില് ഇപ്പൊ ഇത് നോക്കുക. ഇപ്പൊ നമ്മൾ ഈ മോൾ താഴെ വരെ കാണുന്ന ഒരു പദമാണ്. ആ നീളത്തില് ഏറ്റവും മോളിൽ മുതൽ താഴെ വരെ കാണുന്നതിനാണ് ഒരു പദം എന്ന് പറയുന്നത്. അങ്ങനെ 9 പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. ആണ് പദവിന്യാസം ചെയ്യുക, പദങ്ങളായി വിന്യസിക്കുക. അപ്പൊ ഇത് നവവർഗ പദവിന്യാസത്തിന് ഇതൊരു 9 പദങ്ങളായിട്ട് നമ്മൾ നീളത്തെയും ഡിവൈഡ് ചെയ്യണം, വീതിയെയും ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഈ കാണുന്ന ഒരു പദമാണ്, മോളിൽ മുതൽ താഴെ വരെ ഒരു പദമാണ്. ആ പദത്തിന്റെ വീതിക്കാണ് പദവിസ്താരം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇതൊരു പദമാണ്, ഇത് രണ്ടാമത്തെ പദമാണ്. 2 പദമായി. ഇതെല്ലാം ശരിക്കും ഈക്വൽ ആയിരിക്കണം. ഇത് അത്ര സ്കെയിൽ വെച്ചൊന്നും വരച്ചതല്ല, ഉദ്ദേശം വരച്ചേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചില വ്യത്യാസമാണ്. കറക്റ്റ് ആയിട്ടാണെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെയും വീതി തുല്യമായിരിക്കണം. അപ്പൊ ഈ വീതിയാണ് ഇതിന്റെ ഓരോന്നിന്റെയും വീതി, പദവിസ്താരമാണ്. എല്ലാ പദങ്ങൾക്കും ഒരേ ഇതിപ്പോ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള പദങ്ങളാണ്. തെക്ക് വടക്ക് ഡയറക്ഷനിൽ നമ്മൾ വടക്കുന്ന തെക്കോട്ടാണ് നമ്മൾ ഓരോ പദം വരയ്ക്കുന്നതെങ്കിലും ആ പദം കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ് പദത്തിന്റെ വരുന്നത്. അപ്പൊ പദവിസ്താരം എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുക, ഇപ്പൊ ഒരു ആരോ വന്നിരിക്കുന്ന നോക്കുക നടുക്ക്, അതെല്ലാം അത് അതിന്റെ മുമ്പിലുള്ളത്, അത് കഴിഞ്ഞുള്ളത് എല്ലാം എല്ലാ പദങ്ങളാണ്. അതിന്റെ എല്ലാം വിസ്താരത്തിന് പദവിസ്താരം എന്ന് പറയും. പദവിസ്താരം, ഓരോ പദത്തിന്റെയും വിസ്താരം അല്ലെങ്കിൽ വീതിക്ക് പദവിസ്താരം എന്ന് പറയും. അങ്ങനെ 9 പദങ്ങളുണ്ട്. ഇപ്പൊ 9 പദങ്ങളായിട്ട് ഇപ്പൊ അതായത് ഒരു ഡയറക്ഷനുള്ള 9 പദങ്ങളായി. ഇനി തിരിച്ചു അതുപോലെ തന്നെ പദവിസ്താരം വരും. ഇപ്പൊ 9 ഒരു 1 2 അത് ഈക്വൽ ആയിരിക്കണം, അതും എല്ലാം തുല്യമായിരിക്കണം. അപ്പം അതും ഇപ്പൊ അതിന്റെയും വീതി, അതിനും പദവിസ്താരം എന്ന് പറയും. ഇപ്പൊ അവരാരോ കാണും, ഇപ്പൊ വന്ന അവരാരോ നോക്കുക, ഇപ്പൊ മേളിലോട്ട് കയറ്റുന്ന ആരോ. അപ്പൊ അത് ഒരു പദമാണ്, ആ വീതി അതും പദവിസ്താരം തന്നെയാണ്. ഒന്ന് തെക്ക് വടക്കുള്ള പദവിസ്താരം, മറ്റേ കിഴക്ക് പടിഞ്ഞാറുള്ള പദവിസ്താരം. ഇപ്പൊ പദങ്ങളെല്ലാം കാണിക്കാം. ഇപ്പം നീളത്തിലും 9 പദങ്ങളായിട്ട്, വീതിയിലും 9 പദങ്ങളായിട്ട്. ഇതിലാണ് നവവർഗ പദവിന്യാസം എന്ന് പറയുന്നത്. 9 പദങ്ങളായിട്ട് നീളത്തെയും വീതിയെയും നമ്മൾ വിന്യസിച്ചു. അപ്പൊ ഇങ്ങനെ വിന്യസിക്കാനായിട്ട് 10 ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. നോക്കുക, 9 പദങ്ങളാണ്, പക്ഷെ 10 ലൈൻസ് വരച്ചു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 10 ലൈൻസ്, തെക്ക് വടക്ക് ദിശയിൽ 10 ലൈൻസ്. അതുപോലെ നോക്കാം എത്ര ലൈൻ ഉണ്ടെന്ന് എണ്ണി നോക്കുക.
അപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും 10 വരകളുണ്ട്, അതുപോലെ തെക്ക് വടക്ക് ദിശയിലും 10 വരകളുണ്ട്. ഈ വരകൾക്ക് അല്ലെങ്കിൽ ഈ ലൈൻസിനൊക്കെ വെറും അത് ലൈനല്ല, നാഡി എന്ന് പറയും. ഇതിനൊക്കെയുള്ള ഊർജം നമ്മൾ ഏറ്റവും വെളിയിലുള്ള പിന്നെ ഒരു എന്താ അതിർത്തി കെട്ടുകയാണെങ്കിൽ ഒരു ചുടുകല്ല് വെച്ചോ കരികല്ല് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചോ രണ്ടടിയെങ്കിലും ആഴത്തിലൊക്കെ ഒരു അതിർത്തി ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ ഈ എനർജി ഫ്ലോ ഉണ്ടാവും. ഈ എനർജി ഫ്ലോ ഉണ്ടാകുമ്പം ഓരോ നാഡിയിൽ കൂടിയും ഊർജ പ്രവാഹം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആ നാഡികൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 100 മർമ്മങ്ങളുണ്ട്. ഈ നാഡികൾ തമ്മിൽ കൂട്ടിച്ചേരുന്ന ഓരോ നാഡികളും തമ്മിൽ 10 നാഡി കിഴക്ക് പടിഞ്ഞാറും 10 നാഡി തെക്ക് വടക്കും, ഈ 10 നാഡികൾ തമ്മിൽ 100 സ്ഥലത്ത് ഇന്റർസെക്ട് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റുകളെല്ലാം ബിന്ദുക്കളെല്ലാം മർമ്മങ്ങൾ എന്ന് പറയും. ഇത് നാഡികളാണ്. അതായത് ഇപ്പൊ ഈ കാണിച്ചിരുന്ന നാഡി തെക്ക് വടക്ക് ദിശയിലുള്ള നാഡിയാണ്. ഇത് വേറൊരു നാഡി കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള നാഡിയാണ്. ഇങ്ങനെ 10 നാഡികൾ തെക്ക് വടക്ക് ദിശയിലും 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും. അങ്ങനെ ഒരു പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തു മണ്ഡലത്തിൽ ആകെ നാഡികളുടെ എണ്ണം എത്ര എന്ന് വെച്ചാൽ 20. 10 തെക്ക് വടക്കും 10 കിഴക്ക് പടിഞ്ഞാറും. ആകെ പദങ്ങൾ എത്രയാണ്? തെക്ക് വടക്ക് 9ഉം കിഴക്ക് പടിഞ്ഞാറ് 9ഉം 18ആണ്. അപ്പൊ അത് തമ്മിൽ മാറിപ്പോയത്. ഒരു പദം എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ മുകളിൽ താഴെയുള്ള ഒരു ആ വീതി പദവിസ്താരം വീതിയായിട്ടുള്ള ഒന്നിനാണ് പദം എന്ന് പറയുന്നത്. അങ്ങനെ 9 പദങ്ങളുണ്ട്. ഈ 9 പദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി 10 നാഡികളുണ്ട്. അപ്പൊ നാഡികളുടെ എണ്ണം 10ഉം 10ഉം 20ആണ്. പദങ്ങളുടെ എണ്ണം 9ഉം 9ഉം 18ആണ്. ഇതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മർമ്മങ്ങൾ. ഈ നാഡികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന എല്ലാ ബിന്ദുക്കളും. അപ്പൊ നമ്മൾ എണ്ണി നോക്കിയാൽ മുകളിൽ നിന്ന് താഴെ എണ്ണി നോക്കിയാൽ 100 മർമ്മങ്ങൾ കാണും. അതെല്ലാം മർമ്മങ്ങളാണ്. അപ്പൊ പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തു മണ്ഡലത്തിലുള്ള ആകെ മർമ്മങ്ങളുടെ എണ്ണം 100ആണ്. അതൊരു മർമ്മമാണ്. 2 നാഡികൾ അവിടെ കൂട്ടിമുട്ടുന്നു. ഇത് വേറൊരു മർമ്മം. ഇങ്ങനെ 2 കാണിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെ 100 മർമ്മങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. ഇതൊന്ന് വരച്ചോളൂ. പുസ്തകത്തിലുണ്ട്, അതായത് വരച്ചോളൂ. ഇതൊക്കെ സ്കെയിലൊന്നും വേണ്ട, ഫ്രീ ഹാൻഡ് വരച്ചാൽ മതി. സ്കെയിലും പെൻസിലും പേനയൊക്കെ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. കുറച്ച് വളഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല, കഴിയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. പരീക്ഷയ്ക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. സ്കെയിലും പെൻസിലും ഒക്കെ ഇട്ട് വരയ്ക്കാൻ നിന്നാൽ സമയം കൂടുതലെടുക്കും. വരച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ചു കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ, അപ്പം ഇത്രയും വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഇപ്പൊ ഇവിടെ ഇത് ബ്രഹ്മസൂത്രം. വാസ്തുമണ്ഡലത്തിലെ കിഴക്കുന്ന് പടിഞ്ഞാറേക്കുള്ള ആ മധ്യരേഖ ആണ് ബ്രഹ്മസൂത്രം. അപ്പൊ അത് വരച്ചുകൊള്ളുക. ആ ബ്രഹ്മസൂത്രം അത് എപ്പോഴും അത് സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് ഒരു ചെറിയ വര കുത്ത്, ചെറിയ വര കുത്ത്, ചെറിയ വര കുത്ത്, അങ്ങനെ ഇടണം. അതാണ് സെൻട്രൽ ലൈനിന്റെ ഒരു പ്രത്യേകത. അത് ബ്രഹ്മസൂത്രവും യമസൂത്രവും ഇതുപോലെ വേണം വരയ്ക്കാൻ. സെൻട്രൽ ലൈനാണ്. ചെറിയ വരയും കുത്തും ചെറിയ വരയും കുത്തും അങ്ങനെ ഇടണം. ബ്രഹ്മസൂത്രം വരച്ചു എഴുതി കാണുന്നതായിരിക്കുന്നു. ബ്രഹ്മസൂത്രം എഴുതി. അടുത്ത യമസൂത്രം. അത് തെക്ക് വടക്ക് ദിശയിലാണ്, മധ്യത്തിൽ കൂടി. അത് ഇവിടെ തെക്ക് വടക്ക് ഡയറക്ഷനിൽ മധ്യത്തിൽ കൂടി വന്നു. ഇതാണ് യമസൂത്രം. അതും വരാത്ത് കുത്ത്, വരാകുത്ത്, വരാകുത്ത്, യമസൂത്രം. അത് ആരോട്ട് എഴുതുക. ബ്രഹ്മസൂത്രം, യമസൂത്രം. കഴിയാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ 2 ഡയഗണൽ. ഇപ്പൊ ഒരു ഡയഗണൽ വന്നു വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറേക്ക്. വടക്ക് കിഴക്കേ മൂലയിൽ നിന്ന് അല്ലെങ്കിൽ ഈശാന്യ മൂലയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ കന്നി മൂലയിലേക്ക് ഒരു ഡയഗണൽ നമ്മൾ വരച്ചു. ഒരു കർണം വരച്ചു. ആ കർണത്തിന് കർണസൂത്രം എന്നാണ് പേര്. കർണസൂത്രം. ഇതാണ് കർണസൂത്രം. അപ്പൊ ഈ കർണസൂത്രം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വെറുതെ ഒരു ഡയഗണൽ വരച്ചാൽ പോരാ, എല്ലാ മൂലകളിലും കൂടി കടന്നു പോകണം. ഓരോ ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ, അതിന്റെ മൂലകളിൽ കൂടി. ആ വര വളഞ്ഞാലും സാരമില്ല. നമ്മളിപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ എല്ലാം ഈക്വൽ ആയിരിക്കില്ല. സ്കെയിൽ വെച്ചൊക്കെ വരച്ചാൽ കറക്റ്റായിട്ട് അങ്ങനെ വരും. കറക്റ്റായിട്ട് വരച്ചാൽ അങ്ങനെ വേണമെന്നില്ല. പക്ഷെ കർണസൂത്രവും അതിന്റെ അടുത്ത കർണം വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ സ്ക്വയർ കാണുന്നതിന്റെ എല്ലാ മൂലകളിലും കൂടി കറക്റ്റായിട്ട് കടന്നു പോകണം. അതുപോലെ ബ്രഹ്മസൂത്രത്തിലും കൂടി കടന്നു പോകണം. ആ വര വളഞ്ഞാലും സാരമില്ല, കറക്റ്റ് സെന്ററിൽ കൂടെ കടന്നു പോകണം.
അത് വരച്ച് കാണുന്നതായിരിക്കുന്നു. അടുത്തത് അഗ്നിമൂലയിൽ നിന്നും വായുമൂലയിലേക്കുള്ളതിന് വൃത്തിസൂത്രം. ആ കർണം എന്താ വരച്ചു. അതും എല്ലാ മൂലകളിൽ കൂടി കടന്നു പോകണം. വര വളഞ്ഞാലും സാരമില്ല. അതിന് വൃത്തിസൂത്രം എന്ന് പറയും. വരച്ചു കാണുന്നതായിരിക്കുന്നു. അപ്പൊ അടുത്തത് ഈ രണ്ട് കർണങ്ങളും അതുപോലെ ബ്രഹ്മസൂത്രം, യമസൂത്രം, വൃത്തിസൂത്രം, കർണസൂത്രം ഇതെല്ലാം കൂടെ മീറ്റ് ചെയ്യുന്ന സെന്റർ പോയിന്റാണ് ബ്രഹ്മനാഭി. അപ്പൊ നീലനിറത്തിൽ നടക്കുക കാണുന്ന ആ പോയിന്റാണ് ബ്രഹ്മനാഭി. അത് ബ്രഹ്മനാഭി. അതും അടയാളപ്പെടുത്തിയായിരിക്കുന്നു. ഇനി അടുത്തത് പിശാചവീതി. ഏറ്റവും വെളിയിലുള്ള ആ ഒരു ഇതിനാണ് പിശാചവീതി. ആരോ ഇങ്ങനെ കാണിക്കുക. ആ ഇവിടെ ഇത് നീലനിറത്തിൽ കാണിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറോ എന്തെങ്കിലും ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാലും മതി. ഏറ്റവും വെളിയിലുള്ള ചുറ്റും വരുന്ന അതിന് പിശാചവീതി. 9 ഭാഗിക്കുമ്പോൾ ഏറ്റവും വെളി വരുന്ന ആ ഒരു ചുറ്റും വരുന്നത് പിശാചവീതി. വീട് വയ്ക്കുമ്പോൾ പിശാചവീതിയുടെ ഒരു ഭാഗത്തേക്കും വീട് കയറി വരാൻ പാടില്ല. വീടല്ല, ഏത് കെട്ടിടമായാലും. ഇത്രയും കഴിഞ്ഞ് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇത് നമ്മളെ ഇതെല്ലാം ഒന്നുകൂടെ കാണിച്ചില്ല. കുറച്ച് കാര്യം പിശാചവീതിയൊക്കെ പ്രത്യേക അടയാളപ്പെടുത്തുമ്പോൾ എല്ലാം കൂടെ ഒരുപാട് ഇത് വേറെ പ്രത്യേകമായിട്ട് വരച്ചോളൂ. അല്ലെങ്കിൽ അതിൽ തന്നെ വരയ്ക്കാം. അതിൽ തന്നെ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം അതിനകത്തുള്ളതാണ്, നേരത്തെ വരച്ചതിനകത്ത്. ഇനി അടുത്തത് നാഗസൂത്രം എന്ന് പറയുന്നുണ്ട്. അത് വലിയ പ്രാധാന്യമുള്ളതല്ല. വീടുകൾ വെക്കുന്നതിന് വലിയ പ്രാധാന്യമില്ല, എന്നാലും അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതായത് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറുള്ള ആ ബ്രഹ്മസൂത്രവും, അത് കിഴക്കുന്ന പടിഞ്ഞാറോട്ടുള്ള ബ്രഹ്മസൂത്രവും തെക്കുന്ന വടക്കോട്ടുള്ള യമസൂത്രം മധ്യത്തിലുള്ള, അത് രണ്ടും ഏറ്റവും വെളിയിൽ ടച്ച് ചെയ്യുന്ന ആ 4 പോയിന്റ്സും ടച്ച് ചെയ്തിട്ടൊരു സർക്കിൾ നോക്കാം. ഈ സർക്കിള്, ഇങ്ങനെ ഒരു സർക്കിൾ വരും. ആ 4 പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഇതിലാണ് നാഗസൂത്രം എന്ന് പറയും. നാഗസൂത്രം ഇത് നമ്മള് ഇപ്പൊ ഇതിങ്ങനെ ഒരു അറിഞ്ഞിരിക്കാന്നുള്ള അല്ലാതെ നമ്മൾ മറ്റു ബാക്കിയുള്ള എല്ലാം ബ്രഹ്മസൂത്രം, യമസൂത്രം, വൃത്തിസൂത്രം, കർണസൂത്രം, നാഡികള്, മർമ്മങ്ങള്, അതെല്ലാം നമുക്ക് ആവശ്യം വരും. വീടുകളുടെ സ്ഥാനം കാണുന്നതിനൊക്കെ ആവശ്യം വരും. ഈ നാഗസൂത്രത്തിന് വലിയ അത്ര പ്രസക്തി ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ട്. പ്രത്യേക ചില കാര്യങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷെ സാധാരണ ആവശ്യം വരില്ല. അത് വരച്ചു കാണുന്ന വിചാരിക്കുന്നു. നാഗസൂത്രം 4 വശങ്ങളും ജസ്റ്റ് ടച്ച് ചെയ്ത് ആ സ്ക്വയറിനകത്ത് വരയ്ക്കുന്നത്. അത് കറക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ശരിക്കും വൃത്തമായിട്ട് വരും, സർക്കിളായിട്ട് വരും. ഇനി ഇവിടെ ഇത് നോക്കുക. ഇതിപ്പോ നമ്മൾ 100 മർമ്മങ്ങൾ കണ്ടു. ഈ 100 മർമ്മങ്ങളിൽ 4 മർമ്മങ്ങൾക്ക് മഹാമർമ്മങ്ങൾ എന്ന് പറയും. അതിന് അവരുടെ ശക്തി കൂടുതലാണ് ആ മഹാമർമ്മങ്ങൾക്ക്. ഈ മഹാമർമ്മങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇത് വരച്ചു കഴിഞ്ഞെങ്കിൽ ഇതിനകത്ത് നോക്കുക. ആദ്യം ഇവിടെ തെക്ക് കിഴക്ക് നാഗസൂത്രം എഴുതിയിരിക്കുന്ന ഭാഗത്ത് നോക്കുക, ഒരു ലൈൻ വരുന്നത്. അതായത് ഏറ്റവും മൂലയിൽ നിന്ന് 3 കാളം, അതായത് തെക്ക് കിഴക്കേ മൂലയിൽ നിന്ന് 3 എണ്ണം വടക്കോട്ടും, അതുപോലെ 3 എണ്ണം പടിഞ്ഞാറോട്ടും എടുക്കുക. വടക്കോട്ടും എടുക്കണം, പടിഞ്ഞാറോട്ടും എടുക്കണം. അത് നോക്കുക. ഒരു ലൈൻ ഇടുക. എന്നിട്ട് ഒരു വര വന്നേക്ക് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു ലൈൻ അവിടെ വന്നു. അതില് ആ മൂലയിൽ നിന്ന് 3 കോളം വടക്കോട്ട് മാറിയാണ് ഒരു എൻഡ്. അതുപോലെ ആ മൂലയിൽ നിന്ന് 3 കാളം പടിഞ്ഞാറോട്ട് മാറിയാണ് മറ്റേ എൻഡ്. അപ്പൊ ആ ഒരു ലൈൻ, ഒരു ചെറിയൊരു ലൈൻ വരും. ഇനി അതുപോലെ ഇതിപ്പോ അഗ്നിമൂലയിലാണ് വന്നേക്കുന്നത്. അതുപോലെ വായുമൂലയിൽ ഒരെണ്ണം വരും. 3 കാളം തമ്മിൽ ജോയിൻ ചെയ്ത് നോക്കുക. അവിടെ ഒരു ലൈൻ വന്നു. ഈ ലൈൻ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനിടയ്ക്കുള്ള സ്ക്വയറിന്റെ ഒക്കെ മൂല കറക്റ്റ് മൂലയിൽ കൂടെ തന്നെ കടന്നു പോകണം. വര വളഞ്ഞാലും സാരമില്ല, വര വേണേ വളയാം, പക്ഷെ മൂലകൾ ടച്ച് ചെയ്ത് തന്നെ പോകണം. അതേ അവസാനം വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ മൂലകളും ടച്ച് ചെയ്ത് പോകണം. വര വേണമെങ്കിൽ വളച്ച് വരയ്ക്കാം. ഇനി ഇപ്പൊ ഈ 2 വശങ്ങളായി. ഇനി ഈ ആ മൂലകൾ ചേർന്ന ഭാഗങ്ങൾ, അതായത് 3ാമത്തെ മൂല, അത് തമ്മിൽ ഇപ്പൊ നോക്കുക. ഇവിടെ നീളത്തിലൊരു ലൈൻ വരുന്ന നോക്കുക. ഇവിടെ ലൈൻ വന്നു. അതായത് ആ ചെറിയ 2 ലൈൻ വെളിയിൽ തൊട്ട ആ ഭാഗങ്ങൾ തമ്മിൽ ടച്ച് ചെയ്ത്, അതും എല്ലാ മൂലകളും ടച്ച് ചെയ്യണം. ഇടയ്ക്കുള്ള സ്ക്വയറിന്റെ മൂലകളെല്ലാം ടച്ച് ചെയ്ത് വേണം പോകാൻ. അപ്പൊ ആ ലൈൻ വരയ്ക്കുക.
വര വേണമെങ്കിൽ വളയാം, പക്ഷെ മൂലകളെല്ലാം ടച്ച് ചെയ്ത് പോകണം. ആ മൂലകളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വരച്ചാൽ മതി. അത് വരച്ചു കാണുന്ന വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഒരു നീളമുള്ള വര വരും. അപ്പൊ ഇവിടെ ഒരു ചരിഞ്ഞ റെക്റ്റാങ്കിൾ കിട്ടും. ഈ ചരിഞ്ഞ റെക്റ്റാങ്കിളിന്റെ 4 വശങ്ങളുണ്ട്. 2 വശം നീളം കൂടിയതും 2 വശം നീളം കുറഞ്ഞതും. ഈ 4 വശങ്ങളെയും രജുക്കൾ എന്നാണ് പറയുന്നത്, രജുക്കൾ. അതുപോലെ ഇനി വേറെ റെക്റ്റാങ്കിൾ ഇതുപോലെ വരും, അതിന്റെയും 4 വശമുണ്ട്. അപ്പൊ 4 4 8 രജുക്കൾ വരും. നോക്കുക, ഇവിടെ നോക്കുക. ഇപ്പൊ അവിടെ പിന്നെ വടക്ക് കിഴക്കേ മൂല നോക്കുക. ആ വടക്ക് കിഴക്കേ മൂലയിൽ ഇതുപോലെ ലൈൻ 3-ാമത്തെ കോളങ്ങളെ തമ്മിൽ തൊട്ടുകൊണ്ട് അത് മൂലകൾ ഇടയ്ക്കുള്ള മൂലകൾ ടച്ച് ചെയ്ത് വേണം പോകാൻ. ആ ലൈന് നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കുന്നു, അത് വരയ്ക്കുക. അതുപോലെ തെക്ക് പടിഞ്ഞാറും അതുപോലെ ലൈൻ വരും, അതും വരയ്ക്കാം. അവിടെ ലൈൻ വന്നു. ഇനി അപ്പൊ അവിടെ 2 നീളം കുറഞ്ഞ വശം, റെക്റ്റാങ്കിളിന്റെ നീളം കുറഞ്ഞ 2 വശങ്ങളുമായി അതിന്റെ നീളം കൂടിയ വശം വരയ്ക്കണം. അതും എല്ലാ മൂലകളും ടച്ച് ചെയ്ത് ആ മൂലകൾ ആദ്യം മാർക്ക് ചെയ്യുക, എന്നിട്ട് മൂലകളിൽ കൂടി ജോയിൻ ചെയ്യണം. വര വേണമെങ്കിൽ വളയാം. അവിടെ ആ ലൈൻ വരയ്ക്കുക. അതുപോലെ മറ്റേ സൈഡിലും. ഇത്രയും വരച്ച് കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇവിടെ 2 ചരിഞ്ഞ റെക്റ്റാങ്കിൾ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. 2 ചരിഞ്ഞ റെക്റ്റാങ്കിൾ. ആ ചരിഞ്ഞ റെക്റ്റാങ്കിൾക്ക് ഓരോന്നിനും 4 വശം. അപ്പൊ 4 4 8 വശങ്ങളുണ്ട്. ഈ 8 വശങ്ങളിലും അവിടെ കൂടെ ഊർജ്ജ പ്രവാഹമുണ്ട്. അപ്പൊ ഇതിന് രജുക്കൾ എന്ന് പറയും, രജുക്കൾ. ഇതൊരു രജുവാണ്, ആ ചരിഞ്ഞ ഇത്. അതുപോലെ ഇത് നീളം കൂടിയ ഒരു രജുവാണ്. അതുപോലെ നീളം കുറഞ്ഞ ഒരു രജു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നീളം കുറഞ്ഞ രജുവാണ്. അങ്ങനെ 4 4 8 രജുക്കളാകെ വരും. അപ്പൊ ഒരു പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തുമണ്ഡലത്തിലുള്ള രജുക്കളുടെ ആകെ എണ്ണം 8 ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ആകെ 8 രജുക്കൾ വരും. ഇനി ഇവിടെ നോക്കുക, ഈ രജുക്കളില് ഓരോ റെക്റ്റാങ്കിൾ, ചരിഞ്ഞ റെക്റ്റാങ്കിൾ, ഓരോ റെക്റ്റാങ്കിളിന്റെ നീളം കൂടിയ വശം കർണവുമായി ഛേദിക്കുന്ന ബിന്ദു നോക്കുക. ഏത് കർണമായിട്ടാണ് ഏതൊരു കർണമായി ഛേദിക്കുന്ന ബിന്ദു, അവിടെ നമുക്ക് ആ പോയിന്റിലെ 8 ലൈനുകൾ അവിടെ ചേരുന്നതായിട്ട് കാണാം. നമുക്ക് ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ നോക്കുക, ഒരു നീല നിറത്തിലൂടെ കണ്ടല്ലോ. അതായത് നോക്കുക, ഒരു നീല നിറത്തിൽ വന്നു. ആ നീല നിറത്തിൽ ഒരു പോയിന്റ് കാണിച്ചത് അവിടെ നോക്കുക. അതിന് വെളിയിലോട്ട് 8 ലൈൻസ് പോകുന്നുണ്ട്. 2 എണ്ണം പിന്നെ പാരലായിട്ട് സമാന്തരമായിട്ട്, 2 എണ്ണം ലംബമായിട്ട്, പിന്നെ കർണത്തില് ഡയറക്ഷനിൽ 2 എണ്ണം. അങ്ങനെ ആകെ 8 എണ്ണം പോകുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം മധ്യത്തില്, അതായത് ബ്രഹ്മനാഭിയില് ഇതുപോലെ 8 എണ്ണം വരുന്നുണ്ട്. ആ പിന്നെ ബ്രഹ്മസൂത്രം, യമസൂത്രം, അത് കൂടാതെ വേറെ 4 എണ്ണം. ബ്രഹ്മസൂത്രം യമസൂത്രം കൂടെ ചെയ്യുമ്പോൾ 4 എണ്ണം വരും, അല്ലാതെ 8 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ബ്രഹ്മനാഭിയിൽ അല്ലാതെ വേറെ 4 പോയിന്റുകളിൽ മാത്രമേ 8 ലൈൻ മീറ്റ് ചെയ്യുന്നുള്ളൂ. ആ 4 പോയിന്റുകളും മഹാമർമ്മങ്ങളാണ്. ഇവിടെ മഹാമർമ്മങ്ങൾ കാണാൻ തോന്നുക. നമ്മൾ മഹാമർമ്മങ്ങൾ അടയാളപ്പെടുത്താം. 2, ഇപ്പോൾ 2 എണ്ണമായി, 3 എണ്ണമായി, 4 എണ്ണമായി. ഈ 4 പോയിന്റിൽ നോക്കുക, 8 വരകൾ അവിടെ കൂടിച്ചേരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് വെളിയോട്ട് പോകുന്നുണ്ട്. അവിടെ ഈ 4 പോയിന്റും പിന്നെ ബ്രഹ്മനാഭി ഏറ്റവും മധ്യത്തിലും അല്ലാതെ മറ്റൊരിടത്തും 8 എണ്ണം വരുന്നില്ല. 2 എണ്ണം വരുന്നുണ്ട്, 3 എണ്ണം വരുന്നുണ്ട്, 4 എണ്ണം വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ 8 എണ്ണം വരുന്ന ഈ 4 പോയിന്റേ ഉള്ളൂ. ഈ 4 പോയിന്റ് പിന്നെ ബ്രഹ്മനാഭി. അപ്പൊ ഈ 4 പോയിന്റുകൾക്കാണ് മഹാമർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതൊന്നും വേണേൽ നോട്ട് ചെയ്യുക. മഹാമർമ്മങ്ങൾ 1, 2, ആകെ 4 എണ്ണം വരും. 2 എണ്ണം ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തുമണ്ഡലത്തിൽ ആകെ മർമ്മങ്ങളുടെ എണ്ണം 100 ആണ്. ആ 100 മർമ്മങ്ങളിൽ 4 മർമ്മങ്ങൾ മഹാമർമ്മങ്ങളാണ്. ബാക്കി 96 മർമ്മമുണ്ട്. 100ൽ 4 കഴിഞ്ഞാൽ ബാക്കി 96. ആ 96 മർമ്മങ്ങൾക്കും സാധാരണ മർമ്മങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മഹാമർമ്മങ്ങൾ എന്ന് പറയാമല്ലോ, അത് സാധാരണ മർമ്മങ്ങളാണ്. 4 മഹാമർമ്മങ്ങളും 96 മഹാമർമ്മങ്ങളല്ലാതെ സാധാരണ മർമ്മങ്ങളും ഉണ്ട്. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ, ഇത് ഒരു ടോട്ടൽ വെളിയിലത്തെ ഇതാണ് വാസ്തുമണ്ഡലത്തിനകത്ത് ഇങ്ങനെ മർമ്മങ്ങളും മഹാമർമ്മങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം പിന്നെ ആ വീടിന്റെ തൂണുകളോ ഭിത്തികളോ ഒന്നും മർമ്മങ്ങളുടെ മുകളിൽ വരാൻ പാടില്ല.
ഈ 100 മർമ്മങ്ങളുടെയും മുകളിൽ തൂണോ ഭിത്തിയോ വരാൻ പാടില്ല. അത് നോക്കി വേണം നമ്മൾ വീട് വെക്കാനുള്ള സ്ഥാനമൊക്കെ ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് പിന്നീട് വരാം. അപ്പൊ 100 ഏതെങ്കിലും മർമ്മത്തിന്റെ മുകളിൽ തൂണോ ഭിത്തിയോ വന്നാൽ അതിന് മർമ്മദോഷം അല്ലെങ്കിൽ മർമ്മപീഠ എന്ന് പറയും. അതൊരു ദോഷമാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് മാറ്റണം, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യേണ്ടി വരും. അപ്പൊ മർമ്മദോഷം അല്ലെങ്കിൽ മഹാമർമ്മം എന്ന് പറഞ്ഞ മർമ്മദോഷം അല്ലെങ്കിൽ മർമ്മപീഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മത്തിന്റെ പുറത്ത് തൂണോ ഭിത്തിയോ വരുന്നതിനാണ് ആ ദോഷം വരുന്നത്. അപ്പൊ അവിടെ ഒരു വെയിറ്റ് വരും. മർമ്മത്തിന്റെ മുകളിൽ വെയിറ്റ് വരാൻ പാടില്ല. അതായത് ഭിത്തിയോ തൂണോ വരാൻ പാടില്ല. വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വരാത്ത വിധത്തിൽ വേണം വീടിന്റെ ഭിത്തികളും റൂമിന്റെ ഇതൊക്കെ കാണാനായിട്ട്. അത് സാധിക്കും, ചെയ്യാൻ സാധിക്കും. വളരെ അപൂർവം ചില കേസുകൾ ചിലപ്പോൾ ഒരു മർമ്മോ 2 മർമ്മോ ഒക്കെ ആയെന്ന് വരും. പക്ഷെ 99% കേസിലും ഒരു മർമ്മത്തിലും തൊടാതെ തന്നെ നമുക്ക് ഭിത്തി തൂണും കൊണ്ടുപോകാൻ സാധിക്കും. ചെറിയ പ്ലോട്ടായാലും വലിയ പ്ലോട്ടായാലും 100 മർമ്മങ്ങളുണ്ട്. അപ്പൊ ചെറിയ പ്ലോട്ടിൽ മർമ്മങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ 2 സെന്റിലും 3 സെന്റിലും ഒക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും മർമ്മദോഷം ഇല്ലാതാക്കുവാൻ നമുക്ക് പ്രയാസമായിരിക്കും. ഒരു 7 സെന്റൊക്കെ 7-7.5 സെന്റ് ദിശയ്ക്ക് പാരലായിട്ട്, ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള ഒരു 7-7.5 സെന്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതിന് 100% ഒരു മർമ്മത്തിൽ പോലും തൊടാതെ നമുക്ക് വീട് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതെല്ലാം പദവിന്യാസത്തിൽ വരുന്നതാണ്. പദവിന്യാസം വിവരിക്കുക, ചിത്രസഹിതം വിവരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പടം വരച്ച് ഇതുപോലെ പിന്നെ ബ്രഹ്മസൂത്രം, യമസൂത്രം, മൃത്യുസൂത്രം, കർണസൂത്രം, ബ്രഹ്മനാഭി, അതുപോലെ തന്നെ മർമ്മങ്ങള്, മഹാമർമ്മങ്ങള്, രചുക്കള്, ഇതെല്ലാം നമ്മൾ അടയാളപ്പെടുത്തണം. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കുക, ഒരു ലൈൻ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇതൊരു നാഡിയാണെന്നിരിക്കട്ടെ. ഇപ്പൊ നമുക്കറിയാം തെക്കുവടക്ക് ദിശയിൽ നാഡികളുണ്ടോ? 9 നാഡികൾ, അല്ല 10 നാഡികൾ. 10 നാഡികൾ തെക്കുവടക്ക് ദിശയിലും 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ഉണ്ട്. ആ 10 10 20 നാഡികൾ ഒരു നാഡിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ നാഡിയിൽ കൂടി ഒരു ഊർജ പ്രവാഹമുണ്ട്. ഒരു ഊർജം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഊർജ പ്രവാഹത്തിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു വരയായിരിക്കില്ല, കുറച്ച് വീതി കാണുന്നത്. അപ്പൊ ഈ നാഡി ഇങ്ങനെ അതിന്റെ സെന്ററിൽ കൂടെയാണ് ഈ നാഡി കാണിക്കുന്നതെങ്കിലും നാഡിയിൽ കൂടിയുള്ള ഊർജ പ്രവാഹം ഈ നാഡിയുടെ കുറച്ച് 2 വശത്തേക്കും കുറച്ച് ഇപ്പൊ കാണിക്കാം. ഇപ്പൊ നോക്കുക, ഒരു പിങ്ക് കളറില് അതാണ് ഊർജ പ്രവാഹം. അപ്പൊ ഊർജ പ്രവാഹത്തിന്റെ എന്ന് പറഞ്ഞാൽ നാഡി മാത്രം നിൽക്കില്ല, നാഡിയിൽ നിന്ന് കുറച്ച് 2 സൈഡിലേക്കും കുറച്ച് മാറി വരും. അപ്പൊ ആ വീതിക്ക്, ഊർജ പ്രവാഹമുള്ള വീതിക്ക്, അതിനാണ് നമുക്ക് ഇപ്പൊ ആരോ കാണിക്കില്ലേ ആ വീതിക്ക് സൂത്രവീതി എന്ന് പറയും. സൂത്രം എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആ ഒരു എനർജി ഫ്ലോ ചെയ്യുന്ന അതിന്റെ വീതിയാണ് സൂത്രവീതി. ഇവിടെ ഇത് സൂത്രവീതിയാണ്. അപ്പൊ നമ്മള് ഒരു പ്ലോട്ടില് ഇങ്ങനെ നമ്മൾ പിന്നെ വാസ്തുമണ്ഡലത്തില് 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും 10 നാഡികൾ തെക്കുവടക്ക് ദിശയിലും വന്ന് 100 മർമ്മങ്ങളുണ്ടാവും. നമ്മൾ കണ്ടതാണ്. അപ്പൊ അവിടെയൊക്കെ ഈ നാഡികൾ മാത്രം നോക്കിയാൽ പോരാ, ഈ നാഡികളുടെ സൂത്രവീതി നോക്കണം. സൂത്രവീതി എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോയുടെ വീതി. ആ സൂത്രവീതിയിലും ഭിത്തിയും തൂണും വരാൻ പാടില്ല. സൂത്രവീതിയിലും നാഡിയിൽ മാത്രമല്ല, നാഡിയുടെ 2 വശമുള്ള സൂത്രവീതി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് പറയാം. ആ സൂത്രവീതിയിലും വീടിന്റെ തൂണോ ഭിത്തിയോ വരാൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ഇതൊരു സൂത്രവീതിയാണ്. ഇവിടെ നാഡി വരും, നടുക്ക് നാഡി, അതിന്റെ സൂത്രവീതി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഭിത്തി അതേ ഡയറക്ഷനിൽ വരികയെന്നിരിക്കട്ടെ. സപ്പോസ് ഇവിടെ ഒരു ഭിത്തി കാണിക്കാന്നോട്ടെ, ഇതൊരു ഭിത്തിയാണ്, നീല നിറത്തിൽ കാണിച്ച ഒരു ഭിത്തിയാണ്. ആ ഭിത്തി നമ്മള് നാഡിയിലോട്ടൊന്നും മാത്രമല്ല സൂത്രവീതിയിലോട്ടും കയറാൻ പാടില്ല. സൂത്രവീതിയിലെ ജസ്റ്റ് വെളിയിൽ വരാം. ഒരിക്കലും ഒരു ഭിത്തിയും നമ്മളെ വീടിന്റെ ഭിത്തിയോ തൂണോ ഒന്നും തന്നെ നാഡികളിലോ സൂത്രവീതികളിലോ കയറി വരാൻ പാടില്ല. അത് വേണേ ഇത് പുസ്തകത്തിലില്ല, വേണമെന്ന് വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. നടുക്ക് കാണിച്ചത് വേണേൽ നാഡി എന്ന് എഴുതിക്കൊള്ളൂ. ആ കറുത്ത നിറത്തിൽ നടുക്കൊരു വര, ആ പിങ്കിന്റെ നടുക്കുള്ള വര, അത് നാഡി. അതുകൊണ്ട് എഴുതിക്കൊള്ളൂ, ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ നടുക്കുള്ള ആ കറുത്ത വര നാഡി, ആ പിങ്ക് കളറിൽ 2 വശത്തേക്കും കാണുന്നത് എനർജി ഫ്ലോയുടെ വീതി, അതായത് സൂത്രവീതി. താഴെ ഭിത്തി കാണിച്ചു, താഴെയോ മുകളിലോ എവിടെയും ഭിത്തി വരാം. അപ്പൊ ആ ഭിത്തി സൂത്രവീതിയിൽ കയറി വരാൻ പാടില്ല.
ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നവവർഗ പദവിന്യാസം, അതാണ് നമ്മൾ പഠിക്കുന്നത്. വീടുകൾക്ക് മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും യോജിച്ചത് നവവർഗ പദവിന്യാസം, അല്ലെങ്കിൽ വേറൊരു പേരാണ് പരമശായിക പദവിന്യാസം. അപ്പൊ നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസ പ്രകാരം ഒരു പദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു വീതി നമ്മൾ ആദ്യം 9 ഭാഗിക്കുമ്പോൾ ഒരു ഭാഗം, വാസ്തുമണ്ഡലത്തിന്റെ നീളത്തെ വീതിയെ 9 ഭാഗിക്കുമ്പം അതിന്റെ ആ ഒരു ഭാഗമാണ് പദം എന്ന് പറയുന്നത്. ഒരു പദത്തിന്റെ അത് നമ്മൾ എങ്ങനെയാണ് സൂത്രവീതി കാണുന്നതെന്നുള്ളതാണ്, എനർജി ഫ്ലോയുടെ വീതി കാണുന്നതാണ്. പരമശായിക പദവിന്യാസത്തില് ഒരു പദം കാണുന്നത് എങ്ങനെയാണ്? വാസ്തുമണ്ഡല നീളത്തിനെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ ആ ഡയറക്ഷനുള്ള ഒരു പദം കിട്ടും. വീതിയെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ എതിർ ഡയറക്ഷനുള്ള സ്ക്വയർ ആണെങ്കിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ നീളവും വീതിയും വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ പദവിസ്താരം കണ്ടാൽ ആ പദവിസ്താരത്തിനെ 12 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ നമുക്ക് സൂത്രവീതി കിട്ടും. അതാണ് ആ സൂത്രവീതി ആയിരിക്കും നാഡികളുടെയും രജിക്കളുടെ എല്ലാം, നാഡികളിൽ കൂടിയും രജിക്കളിൽ കൂടിയും എല്ലാം ഒഴുകുന്ന എനർജിയുടെ വീതി അതായിരിക്കും. സൂത്രം പറഞ്ഞാൽ എനർജി ഫ്ലോ ആണ്. ആ എനർജി ഫ്ലോയുടെ വീതി അതായിരിക്കും. അപ്പൊ എനർജി ഫ്ലോയുടെ വീതി അല്ലെങ്കിൽ സൂത്രവീതി കാണുന്നത്, ഇതൊക്കെ നമുക്ക് കൂടെ കാണേണ്ടി വരും കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ. സ്ഥാനം കാണുമ്പോഴൊക്കെ ഇത് നോക്കേണ്ടി വരും. അപ്പൊ സൂത്രവീതി എന്ന് പറഞ്ഞാൽ വാസ്തുമണ്ഡലത്തിന്റെ ദീർഘമായാലും വിസ്താരമായാലും ഏത് ഡയറക്ഷനിലുള്ളതാണോ ആ ഡയറക്ഷനിൽ എടുത്തിട്ട് അതിനെ 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ പദവിസ്താരം കിട്ടും. പദവിസ്താരത്തെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. അതാണ് നവവർഗ പദവിന്യാസത്തിൽ അല്ലെങ്കിൽ പരമശായിക പദവിന്യാസത്തിൽ ഒരു പദത്തിന്റെ 12ൽ ഒരു ഭാഗമാണ് സൂത്രങ്ങളുടെയും രജിക്കളുടെയും വീതി. അത് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു, എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. ഇപ്പൊ ദശവർഗം നമ്മൾ സാധാരണ വീടുകൾക്കൊക്കെ ചെയ്യുന്ന നവവർഗമാണ്. പക്ഷെ ദശവർഗത്തിനാണെങ്കിൽ അറിഞ്ഞിരിക്കുക, അത് താഴെ എഴുതിക്കൊള്ളുക. ദശവർഗമാണെങ്കിൽ 8ൽ ഒരു ഭാഗമാണ് സൂത്രങ്ങളുടെ വീതി. ഒരു പദത്തിന്റെ 8ൽ ഒരു ഭാഗം സൂത്രവീതി ആയിരിക്കും ദശവർഗത്തില്. അഷ്ടവർഗത്തിലാണെങ്കിൽ 16ൽ ഒരു ഭാഗമായിരിക്കും. നമുക്ക് വീടുകൾക്ക് അത് ആവശ്യമില്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതുക. സൂത്രങ്ങൾ, അതായത് ദശവർഗത്തിന് 8ൽ ഒരു ഭാഗവും അഷ്ടവർഗത്തിന് 16ൽ ഒരു ഭാഗവും സൂത്രങ്ങളുടെയും രജുക്കളുടെയും വീതിയായിരിക്കും. ആണ് സൂത്രവീതി എന്ന് പറയും. സൂത്രവീതി തന്നെ ആയിരിക്കും രജുക്കളുടെ വീതി. രജുവീതി എന്ന് പ്രത്യേക സാധാരണ പറയാറില്ല. സൂത്രവീതി അതേ വീതി തന്നെ ആയിരിക്കും രജുക്കളുടെയും വീതി. രജുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 4 8 രജുക്കളുണ്ട്, ആ ചരിഞ്ഞു വരുന്ന റെക്ടാങ്കിൾസ്. മനസ്സിലായി? എഴുതി കഴിഞ്ഞു വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കുക, അതായത് സൂത്രവീതി കണ്ടുപിടിക്കുന്നത് പിന്നെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പൊ ഇതൊരു വാസ്തുമണ്ഡലം, ഏറ്റവും വെളിയിൽ കാണുന്ന വാസ്തുമണ്ഡലം, നീല നിറത്തിൽ കാണുന്ന പിശാച വീതി, EWS എന്ന് പറഞ്ഞ ദിശകൾ, കിഴക്ക് ദിശ, തെക്ക് ദിശ, പടിഞ്ഞാറ് ദിശ, വടക്ക് ദിശ. കിഴക്കുന്ന പടിഞ്ഞാറോട്ടുള്ളത് ബ്രഹ്മസൂത്രം, തെക്ക് വടക്ക് ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്ന യമസൂത്രം. പിന്നെ 2 കർണങ്ങൾ, അതില് വടക്ക് കിഴക്ക് മൂലം തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വലിച്ചിരിക്കുന്ന കർണത്തിന് കർണസൂത്രം എന്ന് പറയും. അഗ്നിമൂലയിൽ നിന്നും വായുമൂലയിലേക്ക് വലിച്ചിരിക്കുന്ന കർണത്തിന് മൃത്യുസൂത്രം എന്ന് പറയും. അപ്പൊ ഇവിടെ പിന്നെ വാസ്തുമണ്ഡലമുണ്ട്. വാസ്തുമണ്ഡലത്തിലെ നീളത്തിലും ഇതിലും 9 ഭാഗിച്ചിരിക്കുന്ന കാണാം. നവവർഗ പദവിന്യാസം, ആ ലൈൻസ് കുറച്ച് കട്ടിയാക്കിയില്ലെന്നേ ഉള്ളൂ. നവവർഗ പദവിന്യാസം ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പിശാച വീതി ഇവിടെ നീല നിറത്തിൽ കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രം ഈസ്റ്റ് വെസ്റ്റ് കാണിച്ചിട്ടുണ്ട്. യമസൂത്രം നോർത്ത് സൗത്ത് കാണിച്ചിട്ടുണ്ട്. 2 കർണങ്ങൾ, അതായത് കർണസൂത്രവും മൃത്യുസൂത്രവും അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് 4 കൂടെ ചേരുന്ന മധ്യത്തിലുള്ള പോയിന്റിന് ബ്രഹ്മനാഭി എന്ന് പറയും. ഇനി ഇവിടെ നമുക്ക് ഒരു വര, ലൈൻ വടക്കേ അറ്റത്ത് മുകളിലോട്ട് ഒരു വര, അവിടെ മുതൽ, അതായത് ടോട്ടൽ വാസ്തുമണ്ഡലത്തിന്റെ ദീർഘം, വാസ്തുമണ്ഡല ദീർഘം അല്ലെങ്കിൽ വാസ്തുമണ്ഡല ദൈർഘ്യം ക്യാപിറ്റൽ L ആണെന്ന് ഇരിക്കട്ടെ. ഈ അളവ്, ഈ നീളം ഇവിടെ ക്യാപിറ്റൽ എന്നുള്ള പിന്നെ പറയാം, ശരി. അളവ് തന്നെ വന്നിരിക്കുകയാണ് 1800 സെന്റിമീറ്റർ. ഇത് വരച്ചോളൂ. ഇത് പുസ്തകത്തിലില്ല. വരച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും വരച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയണം. ആരെങ്കിലും ഒരാളെങ്കിലും വരച്ചു കഴിഞ്ഞാൽ പറയുക.
കഴിഞ്ഞു സാർ. ഓക്കെ, കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതുവരെ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഏറ്റവും വെളിയിൽ കാണിക്കുന്ന ആ റെക്ടാംഗിൾ ഷേപ്പിലുള്ളതാണ് വാസ്തുമണ്ഡലം. അപ്പൊ അതിനകത്ത് നീലാർത്തി കാണിക്കുന്ന പിശാച വീതിയാണ്. നാടികൾ 10 നാടികൾ കിഴക്ക് പടിഞ്ഞാറും 10 നാടികൾ തെക്ക് വടക്കും കാണിച്ചിരിക്കുന്നത്. അകത്ത് കാണിക്കുന്ന നാടികളിൽ നിന്ന് കട്ടിയായിട്ട് കാണിച്ചിട്ടില്ല, ഘനം കുറച്ച് കാണിച്ചിട്ടുണ്ട്. ബ്രഹ്മസൂത്രം കിഴക്ക് പടിഞ്ഞാറുള്ള കാണിച്ചിട്ടുണ്ട്. യമസൂത്രം തെക്ക് വടക്ക് ദിശയിൽ കാണിച്ചിട്ടുണ്ട്. 2 കർണസൂത്രം, അതായത് വടക്ക് കിഴക്ക് നിന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് നിറുതി മൂല അല്ലെങ്കിൽ കന്നിമൂലയിലേക്ക് വലിച്ചിരിക്കുന്നത് കർണസൂത്രം. അഗ്നിമൂലയിൽ നിന്ന് വായുമൂലയിലേക്ക് വലിച്ചിരിക്കുന്നത് പിന്നെ മൃത്യുസൂത്രം. അപ്പൊ ഇവിടെ കർണസൂത്രം, മൃത്യുസൂത്രം, ബ്രഹ്മസൂത്രം, യമസൂത്രം, ഇത് 4 വലിച്ചു. ആ 4 മീറ്റ് ചെയ്യുന്ന മധ്യത്തിന് നാഡി എന്ന് പറയും. അല്ല സോറി, ബ്രഹ്മനാഭി എന്ന് പറയും. ഇനി ഇവിടെ എന്നിട്ട് മുകളത്തെ നീളം, വാസ്തുമണ്ഡല നീളം 1800 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഓരോ പദത്തിന്റെ വിസ്താരം എത്രയായിരിക്കും? 1800 9 ഭാഗിച്ചിരിക്കുന്നത്. അപ്പൊ 1800 ഡിവൈഡ് 9 200 സെന്റിമീറ്റർ ആയി ഒരു പദത്തിന്റെ വീതി. ഇപ്പൊ നോക്കുക, ഇപ്പൊ അവിടെ ഒരു രണ്ടാമത് ലൈൻ വന്ന നിങ്ങൾ കണ്ടു കാണും. ആ വടക്ക് കിഴക്കേ മൂലയുടെ ഭാഗത്ത് നോക്കുക, ഒരു ലൈൻ വന്നു. അപ്പൊ ആ ലൈനും നേരത്തെ ഉള്ള ലൈനും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഒരു പദത്തിന്റെ വിസ്താരമാണ്. അപ്പൊ ആ പദവ്യത്യാസം 1800 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. 9 ഭാഗിക്കുമ്പോൾ അത് 200 ആയിരിക്കും. നോക്കാം, ആ വീതി, ആ ഇതിന്റെ വീതി 200 സെന്റിമീറ്റർ ആണ്. അതുകൂടെ വരച്ചോളൂ. അത് വരച്ച് കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ അപ്പം പിന്നെ നമുക്ക് പദവിസ്താരം 1800 ഡിവൈഡഡ് ബൈ 9, പദവിസ്താരം 200 ഇനി സൂത്രവീതി കിട്ടണമെങ്കിൽ ഈ 200നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ സൂത്രവീതി എന്ന് പറഞ്ഞാൽ ഓരോ സൂത്രത്തിന്റെയും വീതി, ഓരോ എനർജി ഫ്ലോ നാഡികളുടെയും കൂടെയുള്ള ഊർജ പ്രവാഹത്തിന്റെ വീതി കാണണമെങ്കിൽ 200നെ 12 കൊണ്ട് ഭാഗിക്കണം. നോക്കുക, ഇതിപ്പം ഇത് നീളത്തിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. അതുപോലെ വീതിയിൽ നോക്കുക, ഒരു വര അവിടെ തെക്ക് കിഴക്കേ മൂലം നോക്കുക, അവിടെ ഒരു വര, ആ വര വരച്ചോളൂ. തെക്ക് കിഴക്കേ മൂലയിൽ വര വരച്ചു, അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വര വരച്ചു. ആ 2 വരയുടെയും ആ വീതി, ആ അളവ് 1350 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. 1350 സെന്റിമീറ്റർ. നീളം 1800 സെന്റിമീറ്റർ. വാസ്തുമണ്ഡലത്തിന്റെ നീളം 1800 സെന്റിമീറ്ററും വാസ്തുമണ്ഡലത്തിന്റെ വീതി 1350 സെന്റിമീറ്ററുമാണ്. അപ്പൊ ഇവിടത്തെ സൂത്രവീതിയും കാണണം. അപ്പൊ അളവ് വ്യത്യാസമുള്ള സ്ക്വയർ ആണെങ്കിൽ 2 ഡയറക്ഷനിൽ സൂത്രവീതി ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ റെക്ടാങ്കിൾ ആയതുകൊണ്ട് 1800 9 കൊണ്ട് ഭാഗിച്ചപ്പോൾ 200 കിട്ടി. 200നെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ ആ ഡയറക്ഷനുള്ള സൂത്രവീതി കിട്ടും. മറ്റേ വീതിയുടെ ഡയറക്ഷനുള്ള സൂത്രവീതി കിട്ടണമെങ്കിൽ 1350 ആണ്. അപ്പൊ 1350നെ 9 കൊണ്ട് ഭാഗിക്കണം. ആ ഒരു അപ്പൊ നോക്കുക, ഈ വിസ്താരം, ആരുടെ വിസ്താരം, അത് വേണേൽ 1350 ഡിവൈഡഡ് ബൈ 9 ആണ്. 150 സെന്റിമീറ്റർ വരും. അപ്പൊ ഇവിടെ പദവിസ്താരം 150 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ സൂത്രവീതി കാണണേ 150നെ 12 കൊണ്ട് ഭാഗിക്കണം. ആണ് അപ്പൊ ആ സൂത്രവീതി കിട്ടാൻ. അപ്പൊ നോക്കാം, ഇത് വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും അല്ലെ വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ വിചാരിക്കുന്നു മാറ്റാൻ പോവാണ്. ആരെങ്കിലും വരച്ചിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ വാസ്തുമണ്ഡല ദീർഘം, അത് തെക്ക് വടക്കുള്ള വാസ്തുമണ്ഡല ദീർഘം നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് 1800 സെന്റിമീറ്റർ ആണ്. അത് നോട്ട് ചെയ്തോളൂ. ഇത് പുസ്തകത്തിലില്ല. വാസ്തുമണ്ഡല ദീർഘം. ഇത് സൂത്രവീതി കാണുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. സൂത്രവീതി കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ ആയിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. ഇവിടെ ആ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുള്ളൂ. വാസ്തുമണ്ഡല ദീർഘം, നോർത്ത് സൗത്തിലുള്ള ദീർഘം 1800 സെന്റിമീറ്റർ. പദവിസ്താരം, അത് തെക്ക് വടക്ക് ഡയറക്ഷനിലുള്ള പദവിസ്താരം 1800 ഡിവൈഡഡ് ബൈ 9 ആണ്. അതായത് 200 സെന്റിമീറ്റർ വരും. സുരേഷ പറയൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നാളെ സാർ കൊല്ലത്ത് വരുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നു. കൊല്ലത്ത് വരുന്നുണ്ട്. അത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടല്ല. ഒരു കാര്യം ചെയ്യോ, ഞാനിപ്പോ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. ഒരു 10 മണി കഴിഞ്ഞ് വിളിക്കാവോ? അത് ഉറങ്ങുമോ? ശരി, 10 മണി കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ.
അപ്പോൾ പദവിസ്താരം എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷന് 1800/9 200 സെന്റിമീറ്റർ ആണ്. ഇനി സൂത്രവീതി എന്ന് പറയുമ്പം പദവിസ്താരത്തിനെ 12 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 12. അപ്പൊ എത്ര സെന്റിമീറ്റർ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് 16.666 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാസ്തു ഇതായിട്ട് നമുക്ക് കുറെ കണക്കുകൾ ഇനി ചെയ്യേണ്ടി വരും. ആ കണക്കൊക്കെ ചെയ്യുമ്പം ഡെസിമൽ 2 സ്ഥാനം വരെ കാണണം. അപ്പൊ ഇവിടെ 16.66 ആണ്. പക്ഷെ 6 കഴിഞ്ഞാൽ മൂന്നാമത്തെ നോക്കണം. അത് 5 5 കൂടുതലോ ആണെങ്കിൽ 6 7 എന്ന് എഴുതണം. 5 കുറവാണെങ്കിൽ 6 തന്നെ എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ 2 സ്ഥാനമാക്കി മാറ്റണം. എല്ലാത്തിനും ഡെസിമൽ ഉണ്ടെങ്കിൽ ഡെസിമൽ 2 സ്ഥാനം കൂടെ നമ്മൾ എഴുതി തന്നെ 2 സ്ഥാനം എപ്പോഴും ചെയ്യണം. അത് വാസ്തുവിലുള്ള ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഡെസിമൽ ഉണ്ടെങ്കിൽ 2 സ്ഥാനം, 2 കഴിഞ്ഞുള്ളത് നമ്മൾ നോക്കണ്ട. പക്ഷെ മൂന്നാമത്തത് 5 5 കൂടുതലോ ആണെങ്കിൽ രണ്ടാമത്തെ നമ്മൾ 1 കൂട്ടണം. മൂന്നാമത്തെ 5 കുറവാണ്, 1 2 3 4 മറ്റോ ആണെങ്കിൽ നമ്മൾ പിന്നെ രണ്ടാമത്തെ അങ്ങനെ ഇട്ടാൽ മതി, കൂട്ടണ്ട. അതായത് ഇവിടെ ഇപ്പൊ 16.66 കഴിഞ്ഞിട്ട് 6 വരുന്നത്, 5 കൂടുതലാണ്. അപ്പൊ അത് 16.67 എന്നാക്കണം. അത് ക്ലിയർ ആയി കാണുന്നില്ല. അത് മിക്കവാറും എല്ലാവർക്കും അറിയാം, പക്ഷെ അറിഞ്ഞുകൂടാത്തവരെ അത് നോക്കിക്കൊള്ളുക. 16.67 സെന്റിമീറ്റർ ആണ് സൂത്രവീതി. ഈ സൂത്രവീതി തെക്ക് വടക്ക് ദിശയിലാണ്, നോർത്ത് സൗത്ത്. അതുപോലെ തിരിച്ച് മറ്റേത് കണ്ടുപിടിക്കണം. വാസ്തുമണ്ഡല വിസ്താരം 2 ലൈൻ ഇട്ടേക്കുന്ന ആൻസറിനാണ്. സൂത്രവീതി തെക്ക് വടക്ക് ദിശയിൽ 16.67 സെന്റിമീറ്റർ. അതായത് നാഡിയുടെ മുകളിലോട്ടും ഈ 16.67 പകുതി ഒരു വശത്തേക്കായിരിക്കും, പകുതി മറ്റേ വശത്തേക്കായിരിക്കും. മധ്യത്തിലാണ് നാഡി വരുന്നത്. അതുകൊണ്ട് 8 പോയിന്റ് സംതിങ് സെന്റിമീറ്റർ ഓരോ വശത്തേക്കും സൂത്രവീതി വരും. മറ്റേ വാസ്തുമണ്ഡല വിസ്താരം ഈസ്റ്റ് വെസ്റ്റ് 1350 സെന്റിമീറ്റർ ആണ്. അവിടെ പദവിസ്താരം ഈസ്റ്റ് വെസ്റ്റ് 1350 ഡിവൈഡ് ബൈ 9, അപ്പോൾ 150 സെന്റിമീറ്റർ വരും. അപ്പൊ അവിടുത്തെ സൂത്രവീതി 150നെ 12 കൊണ്ട് ഭാഗിക്കണം. സൂത്രവീതി ഈസ്റ്റ് വെസ്റ്റ് 150 ഡിവൈഡ് ബൈ 12, അത് നമുക്ക് 12.5 സെന്റിമീറ്റേഴ്സ് വരും. ഇങ്ങനെയാണ് സൂത്രവീതി കാണുന്നത്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഇനി നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വീട്ടിൽ പോയി പുസ്തകം എടുത്തൊക്കെ നോക്കുക. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി നോക്കുക. കാരണം നിങ്ങൾ ആദ്യമായിട്ട് നേരത്തെ ഇത് അറിയാവുന്നവർക്ക് ഓക്കെ, അല്ലാത്തവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ, പക്ഷെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണത്. ആദ്യം മനസ്സിലാക്കുന്നതിന് 2 പ്രാവശ്യം നമ്മൾ വായിച്ച് പഠിച്ച് ചില കണക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നേരത്തെ തരും. ഇപ്പോഴത്തെ അല്ല, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ കൂടി ഇട്ട് തരും. സാറേ ഒരു സംശയം. സാറേ അരുണാണ്. സൂത്രവീതി ഈസ്റ്റ് വെസ്റ്റിൽ 180 ഡിവൈഡഡ് ബൈ 12 ആണോ അതോ 9 ആണോ? എല്ലാം 12. അതായത് പിന്നെ നവവർഗ പദവിന്യാസത്തില് 12 ആണ്. ദശവർഗ പദവിന്യാസം നമ്മൾ നേരത്തെ കണ്ടു 8 ആണ്. അതുപോലെ അഷ്ടവർഗ പദവിന്യാസത്തില് 16 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നവവർഗ പദവിന്യാസത്തിൽ 12 ആണ്. ഈ 12 എന്തെങ്കിലും ആധാരം ഉണ്ടോ സർ? ഈ 12 എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ സൂത്രത്തിൽ കൂടെ എനർജി ഫ്ലോ അങ്ങനെയാണ് വരുന്നത്. എനർജി ഫ്ലോയുടെ വീതി വരുന്നത് നമുക്ക് ആധാരം അത് പഴയ ഇതിനകത്ത് ശാസ്ത്രത്തിലുള്ളതാണ്. കറക്റ്റായിട്ട് ആ എനർജിയുടെ വീതി വരുന്ന അത്രയാണ്. അത് നമുക്ക് ശരിക്കും മെഷർ ചെയ്യാൻ വരെ പറ്റും. അതിനുള്ള പ്രത്യേക മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എനർജിയുടെ വിട്ട് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കിട്ടും. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. ഇപ്പൊ ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം. അതായത് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞത് വാസ്തുമണ്ഡലത്തിന് തെക്ക് വടക്ക് ദിശയിൽ, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. യമസൂത്രം എന്ന് പറഞ്ഞാൽ വാസ്തുമണ്ഡലത്തിന് തെക്ക് വടക്ക് ദിശയിലാണ്. കർണസൂത്രം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും, ഈശാന്യ മൂലയിൽ നിന്നും കന്നിമൂലയിലേക്കുള്ള അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്കുള്ള കർണമാണ് കർണസൂത്രം. തിരിച്ചുള്ള, അതായത് അഗ്നിമൂലയിൽ നിന്നും വായുമൂലയിലേക്കുള്ള കർണത്തിനാണ് മൃത്യുസൂത്രം. ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാണ്. എന്നിവയിൽ ഗ്രഹനാഭി വരാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ 4 സൂത്രങ്ങളിലും അതുപോലെ ബ്രഹ്മനാഭിയുടെ പുറത്തൊന്നും ഗ്രഹനാഭി വരാൻ പാടില്ല.
ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം എന്നിവയിൽ ഗൃഹനാഭി വരാൻ പാടില്ല. ഗൃഹത്തിന്റെ മധ്യം വരാൻ പാടില്ല. കാണുന്നതായിരിക്കുന്നു. അടുത്ത ഇനി മർമ്മദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നാഡികൾ 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും 10 നാഡികൾ തെക്ക് വടക്ക് ദിശയിലും ഉണ്ട്. ഈ നാഡികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന 100 പോയിന്റുകൾ, 100 ബിന്ദുക്കൾ വരും. ഇതിനാണ് മർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ മർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണോ വരാൻ പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെ മർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണോ വരികയാണെങ്കിൽ അതിന് മർമ്മദോഷം എന്ന് പറയും. മർമ്മദോഷം 2 വിധത്തിലുണ്ട്. ഒന്ന് സാധാരണ മർമ്മദോഷമുണ്ട്, പിന്നെ മഹാമർമ്മദോഷമുണ്ട്. നമ്മൾ നേരത്തെ 4 മഹാമർമ്മങ്ങൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. നേരത്തെ പിന്നെ പദവിസ്താരം പഠിച്ചപ്പോൾ 4 മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഈ മഹാമർമ്മങ്ങളുടെ മുകളിൽ തൂണോ ഭിത്തിയോ വന്നാൽ അത് മഹാദോഷമാണ്. ദോഷത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: നിസ്സാര ദോഷം, സാമാന്യ ദോഷം, മഹാദോഷം. തീരെ വലിയ ശക്തിയില്ലാത്ത കുറഞ്ഞ ദോഷങ്ങളൊക്കെ നിസ്സാര ദോഷമാണ്. അത് നമുക്ക് വേണേൽ നിഗ്ലക്ട് ചെയ്യാം. അതിന് സാമാന്യ ദോഷം കുറെ കൂടെ ശക്തി കൂടിയാണ്. സാമാന്യ ദോഷം നിഗ്ലക്ട് ചെയ്യുന്ന നല്ലതല്ല. അത് ഒന്നിൽ ഇല്ലാത്ത സാമാന്യ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ പരിഹാരം ചെയ്യുകയോ വേണം. മഹാദോഷങ്ങൾ കുറെ കൂടെ ഏറ്റവും കൂടി സിവിയറിറ്റി അല്ലെങ്കിൽ അതിന്റെ ശക്തി ഏറ്റവും കൂടിയ ദോഷങ്ങൾക്ക് മഹാദോഷങ്ങൾ എന്ന് പറയുന്നു. പിന്നെ നമ്മള് ഇന്റഗ്രേറ്റഡ് വാസ്തുവിലെ സംയോജിത വാസ്തുശാസ്ത്രം പഠിക്കുക. അതിനകത്ത് 21 മഹാദോഷങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ വരാം. അപ്പം അതില് പിന്നെ മഹാമർമ്മദോഷം എന്ന് പറയുന്നത് ഒരു മഹാദോഷമാണ്. അപ്പം മഹാമർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണോ വരുന്നത്. ഈ മർമ്മദോഷം ഉണ്ടെങ്കിൽ, മർമ്മദോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്: 100 മർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മർമ്മത്തിന്റെ മുകളിൽ ഭിത്തിയോ തൂണോ വന്നാലും അത് മർമ്മദോഷമാണ്. മഹാമർമ്മങ്ങളുടെ മുകളിലാണെങ്കിൽ അത് മഹാദോഷമാണ്. അല്ലാതെ ആകെ 100 മർമ്മങ്ങൾ ഉള്ളതിൽ 4 മഹാമർമ്മങ്ങളും ബാക്കി 96 സാധാരണ മർമ്മങ്ങളുമാണ്. ഈ സാധാരണ മർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണോ വന്നാൽ അത് സാമാന്യ ദോഷം. മഹാമർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണോ വന്നാൽ അത് മഹാദോഷം. അതൊക്കെ ഇനി കൂടുതലായിട്ട് ഇങ്ങോട്ട് വരും മനസ്സിലാക്കാം. ഈ മർമ്മദോഷം ചെയ്താണ്: മർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയോ തൂണോ വന്നു കഴിഞ്ഞാൽ, ഒരു ഭാരം വന്നു കഴിഞ്ഞാൽ അത് മർമ്മദോഷമാണ്. ഇപ്പൊ ഇവിടെ ഇത് ഒരു ഒരു റെക്ടാങ്കിൾ നിങ്ങൾ കറുത്ത നടത്തി കണ്ടു. അത് വാസ്തു മണ്ഡലമാണെന്ന് ഇരിക്കട്ടെ. ഈ വാസ്തുമണ്ഡലമാണെങ്കിൽ ഈ വാസ്തുമണ്ഡല നീളത്തെയും വീതിയെയും നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 9 പദങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 10 വരകൾ കൊണ്ട് വീതിയിൽ നീളത്തിൽ ഈ 2 വരകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. പിന്നെ ഇത് കാണിക്കും. അതുകൂടാതെ പിന്നെ അപ്പം 9 വരകളിൽ 2 എണ്ണമായി ബാക്കി ഇനി 7 കൂടെ വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് 10 നാടികൾ. അപ്പൊ ഇനി 8 കൂടെ നടക്കും വരും. അപ്പൊ 10 നാടികൾ വരും. ആ 10 നാടികളുടെ ഇടയ്ക്കാണ് നമുക്ക് പദവിസ്താരമൊക്കെ വരുന്നത്. അപ്പൊ മർമ്മദോഷം എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന 100 പോയിന്റ് വരും. ആ 100 പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മുകളിൽ ഭിത്തിയോ തൂണോ വരുന്നതാണ് മർമ്മദോഷം. ഈ മർമ്മദോഷത്തിന് ഏറ്റവും നല്ല ഉത്തമമായ, അതിന് ഇനി അത് കൂടുതൽ ഡീറ്റെയിൽഡ് ദോഷപരിഹാരം ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇപ്പോഴേ നല്ലതാണ്. അതുകൊണ്ടാണ് ഇതിപ്പോ ഇവിടെ വച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആവശ്യമില്ല. ദോഷപരിഹാരങ്ങൾ എന്ന് പറഞ്ഞെടുത്താണ് ഇത് കൂടുതൽ ആവശ്യം. ദോഷപരിഹാരങ്ങൾ നമ്മളിപ്പോൾ ദോഷങ്ങളെ പറ്റി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പരിഹാരങ്ങളൊക്കെ അവസാനം ഒരുമിച്ചെടുക്കും. ഇത് പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ഇതാണെന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ ഇതൊരു വാസ്തുമണ്ഡലമാണ്, ചെറുതായിട്ട് കാണിച്ചിരിക്കുകയാണ്. ആ വാസ്തു മണ്ഡലത്തിലെ നീളത്തെയും വീതിയെയും 9 ഭാഗിക്കുമ്പോൾ ആണ് നമുക്ക് 9 പദങ്ങൾ തെക്ക് വടക്ക് ദിശയിലും 9 പദങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും വരും. അങ്ങനെ 9 18 പദങ്ങളാണ് ഒരു വാസ്തുമണ്ഡലത്തിലുള്ളത് പരമശായിക പദവിന്യാസ പ്രകാരം. അപ്പൊ അങ്ങനെ 100 മർമ്മങ്ങൾ ഉണ്ടാവും. ഈ 100 മർമ്മങ്ങളിൽ ഏതെങ്കിലും മർമ്മത്തിന്റെ മുകളിൽ ഭിത്തിയോ തൂണോ വന്നാൽ മർമ്മദോഷമാണ്. അപ്പൊ ഈ മർമ്മദോഷം മാറ്റുന്നതിന് ഏറ്റവും ഉത്തമമായ മെത്തേഡ്, ഉത്തമമായെങ്കിലും അത്ര പ്രാക്ടിക്കൽ എന്ന് പറയാൻ ഒക്കില്ല, പക്ഷെ ഏറ്റവും ഉത്തമമായ മെത്തേഡ് ഈ മർമ്മങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഈ നീളത്തിനെ 9 ഭാഗിക്കുന്നു, വീതിയെ 9 ഭാഗിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് കൂട്ടിമുട്ടുന്ന പോയിന്റിലൊക്കെ മർമ്മമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു മർമ്മം ഭിത്തിയുടെ താഴെ വന്നാൽ ആ മർമ്മത്തെ മാറ്റാൻ പറ്റുമെങ്കിൽ, ഭിത്തിയെ മാറ്റുന്ന ഭിത്തി പൊളിച്ച് കളയണം. മർമ്മത്തെ മാറ്റുന്ന വെച്ചാൽ മർമ്മം മാറണം എന്ത് ചെയ്യണം? ഈ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി മാറ്റിയാൽ മതി. വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയാണ് 9 ഭാഗിച്ചത്. അപ്പൊ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ അതിർത്തികൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മർമ്മങ്ങൾ അതനുസരിച്ച് മർമ്മങ്ങൾ മാറും. അപ്പൊ അങ്ങനെ മർമ്മങ്ങളെ മാറ്റി ഭിത്തിയുടെ അടിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മർമ്മങ്ങളുടെ ഭിത്തിയുടെ അടിയിൽ നിന്ന് ജസ്റ്റ് മാറ്റിയാൽ പോരാ, സൂത്രവീതിയും കഴിഞ്ഞു പോകണം. സൂത്രവീതി ഒരു
മർമ്മം ഒരു പോയിന്റ് ആണ്. അത് സൂത്രവീതി എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോയുടെ വീതി. നമ്മൾ നേരത്തെ 12 പദവിസ്താരത്തെ 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ സൂത്രവീതിയിലും ഭിത്തിയും തൂണും വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ സൂത്രവീതിയിൽ ഭിത്തിയും തൂണും വരാത്ത വിധം മർമ്മങ്ങളെ അങ്ങ് മാറ്റുക. അപ്പം മർമ്മദോഷം ഇല്ലാതാവും. അപ്പൊ അതാണ് ഏറ്റവും ഉത്തമമായ പത്രം. മർമ്മങ്ങളെ മാറ്റണമെങ്കിൽ വീടിന്റെ 4 ബൗണ്ടറീസ്, അതായത് 4 അതിർത്തികൾ, അതിൽ ഏതെങ്കിലും ഒന്നിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത്, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ബൗണ്ടറീസ് മാറും. അതനുസരിച്ച് മർമ്മങ്ങളും മാറും. ഇപ്പൊ ഇവിടെ നോക്കുക. ഇപ്പൊ ഇത് നോർത്ത്, സൗത്ത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വടക്ക് വശത്ത് ചുവന്ന കറുത്തി ഇനി വരയ്ക്കാൻ പോകുന്നത് ഈ വടക്ക് ദിശയെ നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ട് മാറ്റുന്നു. അതായത് ബൗണ്ടറിയെ മാറ്റുന്നു. ഈ വാസ്തുമണ്ഡലത്തിന്റെ വടക്ക് വശത്തുള്ള ബൗണ്ടറിയെ നമ്മൾ കുറെ കൂടെ വടക്കോട്ട് മാറ്റുന്നു. ഇങ്ങനെയാക്കുന്നു. അപ്പൊ ഇങ്ങനെയാക്കുമ്പോൾ നമ്മൾ ഈ വരച്ചാൽ പോരാ, അതുപോലെ അവിടെ കെട്ടണം. അങ്ങനെ കെട്ടിയാലും പോരാ. ആ കെട്ടുന്നത് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെയുള്ള അതിർത്തി ആ മണ്ണിന്റെ അടിയിലോട്ടുള്ള കല്ലുകൾ വരെ വാരി മാറ്റണം. അല്ലെങ്കിൽ അതായിരിക്കും ഇപ്പോഴും അതിർത്തിയായിട്ട് എടുക്കുന്നത്. നമ്മൾ ചുവന്ന നിറത്തിൽ കാണുന്നിടത്ത് കല്ലൊക്കെ ഇട്ട് കെട്ടിയാലും അത് അതിർത്തിയായിട്ട് എടുക്കില്ല. മറ്റേ പഴയ കെട്ട അവിടെ നിൽക്കുന്നിടത്തോളം കാലം അതേ അതിർത്തിയായിട്ട് എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഭാഗം വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കണമെങ്കിൽ പഴയ അതിർത്തിയിൽ ആ വടക്കെന്ന് പറഞ്ഞ കറുത്ത നിറത്തിൽ കാണിക്കുന്ന ഭാഗത്ത് നേരത്തെ കല്ലിട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കും. എന്നാലേ അതിർത്തി ആവുള്ളൂ. ആ കല്ലുകൾ മണ്ണിനടിയിലുള്ള കല്ലുകൾ വരെ എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റി അവിടെ നിരപ്പാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് പുതിയ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് മാറും. അപ്പൊ അങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഈ വാസ്തുമണ്ഡലം നീളം കൂട്ടി, തെക്കുന്ന് വടക്കോട്ടുള്ള നീളം കുറച്ചുകൂടെ കൂട്ടി. അപ്പൊ കൂട്ടുമ്പോൾ ഈ ഓരോ പദങ്ങളും ആദ്യം കറുത്ത നിറത്തിലുള്ള അതിനെയാണ് 9 ഭാഗിക്കുന്നത്. ഇപ്പം ആ ചുവന്ന നിറത്തിലുള്ള അതിനെയാണ് 9 ഭാഗിക്കുന്നത്, ചുവന്ന അതിർത്തി വരെ. അപ്പൊ നമുക്ക് ഓരോ പദത്തിന്റെയും അളവ് ദീർഘം കൂടും. അങ്ങനെ മർമ്മത്തെ മാറ്റാൻ പറ്റും. ഇപ്പം കൂട്ടിമുട്ടുന്ന അപ്പൊ അങ്ങനെ മർമ്മത്തെ മാറ്റി ഭിത്തിയുടെ വെളിയിൽ, സൂത്രവീതിയുടെ വെളിയിൽ കൊണ്ടുവരിക. ഇതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് പറയുന്നത് എളുപ്പമല്ല, ചെയ്യാൻ വളരെ പ്രയാസമാണ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ശരിക്കും പിന്നെ ഇത് കമ്പ്യൂട്ടർ ഡിസൈനൊക്കെ നല്ല അറിയാവുന്നവർക്ക് ശരിക്കും പ്രോഗ്രാം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് മർമ്മദോഷം മാറ്റാം. ഇത് കൂട്ടുകയും ചെയ്യാം, ചിലപ്പോൾ കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പൊ നോക്കുക, ഇപ്പൊ പുതിയ നോർത്ത് ഇങ്ങോട്ട് മാറും. പഴയ നോർത്താണ് കറുത്ത നിറത്തിൽ കാണിക്കുന്നത്. അത് നമ്മളെടുത്ത് കളഞ്ഞാൽ വാക്കാ പറഞ്ഞാൽ പോരാ, വരയിലും പോരാ. അവിടെ ആ നേരത്തെ കെട്ടിയിരുന്ന കല്ലുകളൊക്കെ എടുത്ത് മാറ്റണം. എന്നാലേ പുതിയ അതിർത്തി എടുക്കുകയുള്ളൂ, വാസ്തുമണ്ഡലം അതിർത്തിയായിട്ട് എടുക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മർമ്മങ്ങളും ഒക്കെ അതനുസരിച്ച് മാറും. അങ്ങനെ മർമ്മദോഷത്തെ മാറ്റാൻ പറ്റും. ഇത് ഇപ്പൊ കൂട്ടുകയാണ്. ഇപ്പൊ നോക്കുക, ഇവിടെ നോക്കുക. ഇപ്പൊ ഒരു കറുത്ത ആരോ കണ്ടു. നേരത്തെ ഉള്ള വാസ്തുമണ്ഡലത്തിന്റെ ദീർഘം അതായിരുന്നു, നീളം അതായിരുന്നു. അത് മാറ്റി പുതിയ വാസ്തുമണ്ഡലം ദീർഘം ഞാൻ ചുവന്ന നിറത്തിൽ കാണുന്നു. ഇപ്പൊ ഇതാക്കി വാസ്തുമണ്ഡലം ദീർഘം. അപ്പൊ ദീർഘം കൂട്ടി. വാസ്തുമണ്ഡലം ദീർഘം കൂട്ടുമ്പോൾ അതനുസരിച്ച് പിന്നെ നാഡികൾ വ്യത്യാസം വരും. നാഡികളുടെ അളവ് വ്യത്യാസം വരും. നാഡികളുടെ അളവ് വ്യത്യാസം വരുമ്പോൾ നാഡികൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന മർമ്മങ്ങളും വ്യത്യാസം വരും. അങ്ങനെ മർമ്മങ്ങളെ ഭിത്തിയുടെ വെളിയിലേക്ക് മാറ്റാൻ പറ്റും. ഇതൊരു ഏറ്റവും ഉത്തമമായ മെത്തേഡാണ്. 100% എഫക്റ്റീവാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. കുറച്ചല്ല, നല്ല പ്രയാസമാണ്. ഇനി ഇവിടെ ഇപ്പൊ വേറെ നോക്കുക. അവിടെ പച്ച നിറത്തിൽ ഇപ്പൊ നമ്മളിത് കുറച്ചു എന്നിരിക്കട്ടെ. വാസ്തുമണ്ഡലത്തിന്റെ ഇത് ആ പഴയ കറുത്ത നിറത്തിലുള്ള എന്നെ നമ്മൾ നീളം കുറച്ച് ഇപ്പൊ ഇവിടെ ആക്കി. ഇപ്പൊ പച്ച നിറത്തിൽ കാണുന്ന ആ ആരോ, അപ്പൊ അതാക്കി വാസ്തുമണ്ഡലം നീളം. അപ്പൊ അങ്ങനെ വെച്ചാലും മർമ്മങ്ങൾ മാറും. കൂട്ടുകഴിഞ്ഞാലും കുറച്ചാലും മർമ്മങ്ങൾ മാറും. അപ്പൊ അങ്ങനെയും മർമ്മദോഷം മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ പച്ച നിറത്തിൽ കാണുന്ന വരത്ത് നോർത്തിൽ, അതിന് ഇപ്പോഴത്തെ നോർത്തിന്റെ ഇതാണ് പിന്നെ വാസ്തുമണ്ഡലത്തെ നീളം ആ പച്ച നിറത്തിൽ കാണുന്ന ആരോ ആണ് മുകളിൽ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പം നമ്മളൊരു ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ മറ്റേത് പൊളിക്കണം നിർബന്ധമില്ല. കാരണം ഇവിടെ നമ്മൾ കെട്ടി മറ്റേ ഇതിലോട്ട് കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ വാസ്തുമണ്ഡലത്തിലെ വടക്കേ അതിർത്തി പുതിയതാവും. പക്ഷെ കൂട്ടുകയാണെങ്കിൽ നമ്മൾ പഴയത് പൊളിച്ച് കളയണം. കുറയ്ക്കുകയാണെങ്കിൽ പഴയത് പൊളിച്ച് കളയണ നിർബന്ധമില്ല. ഇപ്പോഴത്തെ പുതിയ വടക്കേ അതിർത്തി എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിൽ കാണുന്നതാണ്. അപ്പൊ അങ്ങനെയും ഇങ്ങനെ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തികളെ മാറ്റി മർമ്മത്തിനെ മാറ്റി നമുക്ക് മർമ്മദോഷം മാറ്റാൻ പറ്റും. ഇത് 100% എഫക്റ്റീവ് ആണ്. മർമ്മങ്ങൾ തന്നെ മാറുകയാണ്. മർമ്മങ്ങൾ ഇല്ല, അവിടെ മർമ്മദോഷമേ ഇല്ല. മർമ്മദോഷം ഇല്ലാതെ വരും. പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് അത്ര എളുപ്പമല്ല. വളരെ
tedious ആണെങ്കിൽ ഏറ്റവും നല്ല ഇതാണ്. പക്ഷെ എന്നാലും ഞാൻ കുറെ വീടുകളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നല്ല അധ്വാനം നമ്മൾ ചെയ്താല് പല പ്രാവശ്യം, ഞാൻ പ്രത്യേകിച്ച് ഞാൻ കമ്പ്യൂട്ടർ ഡിസൈൻ ഒന്നും ഞാൻ എക്സ്പെർട്ട് ഒന്നും അല്ല. ഞാൻ മാനുവലായിട്ടാണ് ചെയ്യുന്നത്. മാനുവലായിട്ടാകുമ്പോൾ ഓരോ പ്രാവശ്യം 9 വരകൾ വരച്ചിട്ട് ഓരോ കർണം എവിടെ വരും നോക്കും. അങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് ചെയ്യുന്നത്. കുറച്ച് നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ജോബാണ്. അപ്പൊ ഇങ്ങനെ മർമ്മദോഷം മാറ്റുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതല്ലാതെ വേറൊരു മെത്തേഡുണ്ട്. അപ്പൊ അവിടെ മർമ്മം മാറുന്നില്ല. മർമ്മദോഷത്തെ മാറ്റും, മർമ്മത്തെ മാറ്റാതെ. അതായത് ഈ മർമ്മങ്ങളെ മാറ്റാതെ തന്നെ മർമ്മദോഷം കൊണ്ട്, ഇപ്പോൾ ഒരു വീടാണിതെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാകുന്ന ദോഷമാണ് മർമ്മദോഷം. ആ മർമ്മങ്ങളുടെ പുറത്ത് ഭിത്തിയോ തൂണോ വരുന്നത് കൊണ്ടുള്ള ദോഷം. ആ മർമ്മദോഷം കൊണ്ടുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും, നെഗറ്റീവ് എനർജി ഉണ്ടായിട്ട് അത് വീട്ടുകാർക്ക് ആ നെഗറ്റീവായിട്ട് എന്തെങ്കിലും, അത് ഒന്നുകിൽ സാമ്പത്തികമായ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്, വീട്ടിൽ താമസിക്കുന്നവർ തമ്മിലുള്ള ബന്ധത്തിലുള്ള പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് ആ മർമ്മദോഷത്തെ മാറണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മർമ്മത്തെ മാറുന്നത് ഏറ്റവും നല്ലത്. അത് പറ്റിയില്ലെങ്കിൽ മർമ്മം അങ്ങനെ നിലനിർത്തുക. പക്ഷെ മർമ്മദോഷം കൊണ്ട് ആ ഉള്ളവർക്കുണ്ടാകുന്ന ദോഷഫലത്തെ ഇല്ലാതാക്കുന്നതിന് പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ പഞ്ചശിര സ്ഥാപിക്കുക എന്ന് പറഞ്ഞത്. അതിന് പരിഹാരം പഞ്ചശിര സ്ഥാപനം. അതായത് യഥാസ്ഥാനത്ത് യഥാവിധി പഞ്ചശിര സ്ഥാപിച്ചാൽ, അതിന് സ്ഥാനമൊക്കെ ഉണ്ടാകാൻ വരും. അപ്പൊ യഥാസ്ഥാനത്ത് യഥാവിധി പഞ്ചശിരസ് സ്ഥാപിച്ചാൽ അത് മർമ്മം മാറുന്നില്ല. മർമ്മങ്ങൾ അവിടെ തന്നെ ഉണ്ട്. മർമ്മങ്ങളുടെ മുകളിൽ ഭിത്തിയും വരുന്നുണ്ട്, അത് മാറുന്നില്ല. അതായത് മർമ്മദോഷം മാറുന്നില്ല. പക്ഷെ മർമ്മദോഷം കൊണ്ട് ആ വീട്ടുകാർക്കുണ്ടാകുന്ന ദോഷഫലങ്ങളെ ഒരു നല്ല അളവ് വരെ ഇല്ലായ്മ ചെയ്യാൻ പഞ്ചശിരസ് സ്ഥാപിക്കുന്നതുകൊണ്ട് സാധിക്കുന്ന വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പം ദോഷം ഇല്ലാതാക്കാനല്ല, ദോഷം കൊണ്ടുണ്ടാകുന്ന ആ വീട്ടുകാർക്കുണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റ്, ആ ദോഷഫലത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ മാക്സിമം കുറയ്ക്കാനോ ഈ പഞ്ചശിര സ്ഥാപനം കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അത് വളരെ പ്രാക്ടിക്കലാണ് പഞ്ചശിര സ്ഥാപിക്കുന്നത്. അതിനെപ്പറ്റി പിന്നെ വരാം. അപ്പൊ ഇതാണ് മർമ്മദോഷവും അതിന്റെ പരിഹാരവും. ഇത് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. ഞങ്ങള് പിന്നെ നേരത്തെ പറഞ്ഞ അതിന്റെ അല്പക്ഷേത്രത്തില് വാസ്തുമണ്ഡലത്തിന് കാണുന്നതിന്റെ ചുരുക്കിയെന്ന് പറയാം. അതായത് ദിശയ്ക്ക് സമാന്തരമായ ഏറ്റവും വലിയ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം കാണും. ഇപ്പൊ നമുക്കൊരു പ്ലോട്ടുണ്ട്. ആ പ്ലോട്ടിൽ എപ്പോഴും ദിശയ്ക്ക് സമാന്തരമായ എന്നൊക്കെ പറഞ്ഞ ഐഡിയൽ കണ്ടീഷൻ ഏറ്റവും നല്ല ഇതാണ്. എല്ലാ കേസിലും അത് പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള പിന്നീട് മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ ഐഡിയൽ കണ്ടീഷനാണ് ഇപ്പൊ പറയുന്നതെല്ലാം. അപ്പൊ ദിശയ്ക്ക് സമാന്തരമായിട്ട്, അത് പാരലൽ ടു ദി കാർഡിനൽ ഡയറക്ഷൻ, തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് എന്നുള്ള ദിശകൾക്ക് സമാന്തരമായി പാരലായിട്ടുള്ള ഏറ്റവും വലിയ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം കാണണം. അതെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ആ ദിശയ്ക്ക് സമാന്തരമുള്ളത്. അപ്പൊ അത് കാണണം. പ്രസ്തുത സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരത്തിന്റെ ചുറ്റളവ് കാണണം. അപ്പൊ അതിനെ 4 വശം കൂടെ കൂട്ടി നോക്കുമ്പോൾ അതിന്റെ ചുറ്റളവ് കിട്ടും. അപ്പൊ ആ ചുറ്റളവ് കാണുക. ഉദാഹരണം, ഇപ്പം 10,000 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് തിരിക്കട്ടെ. നമ്മളൊരു ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരം നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ പ്ലാനിലെ സ്കെയിലൊക്കെ വരച്ചപ്പോൾ അതിന്റെ ചുറ്റളവ് 10,000 സെന്റിമീറ്റർ ആണ് തിരിക്കട്ടെ. അപ്പൊ കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്നത് നമ്മളെ ഒന്നാമത്തെ പുസ്തകത്തില്, ഒന്നാമത്തെ പുസ്തകം എല്ലാവരും കൊണ്ടെന്ന് വിചാരിക്കുന്നു. ആ പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് കണക്കൊക്കെ ചെയ്യാനായിട്ട് പട്ടികയൊക്കെ അതിനകത്തുള്ളൂ. ആ കൈക്കണക്ക് പട്ടികയില് ഈ ഒന്നാമത്തെ പുസ്തകത്തിലെ കൈക്കണക്ക് പട്ടിക എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. അതായത് എല്ലാവരും 64-ാമത്തെ പേജ് മുതൽ 80-ാമത്തെ പേജ് വരെ, 64 മുതൽ 80 വരെയുള്ള ആ പേജുകളിലായിട്ട് കൈക്കണക്ക് പട്ടികയുണ്ട്. ഇത് നമ്മൾ കൂടെ ആവശ്യം വരും. അതുകൊണ്ട് എപ്പോഴും ഒന്നാമത്തെ പുസ്തകം നമ്മുടെ കയ്യിൽ, എപ്പോൾ ഇനി ക്ലാസ്സിൽ വരുമ്പോഴും ഒന്നാമത്തെ പുസ്തകവും കാൽക്കുലേറ്ററും നമ്മുടെ കയ്യിൽ വേണം. നോക്കാം, കാൽക്കുലേറ്ററും നമുക്ക് എപ്പോഴും ആവശ്യം വരും. അപ്പോൾ എല്ലാ ക്ലാസ്സിലും കാൽക്കുലേറ്ററും പിന്നെ ഒന്നാമത്തെ പുസ്തകവും 2, 3 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. പക്ഷെ ക്ലാസ്സിൽ വരുമ്പോൾ കമ്പൽസറി ആയിട്ട് വേണ്ടത് കാൽക്കുലേറ്ററും ഈ ഫസ്റ്റ് വോളിയം ബുക്കുമാണ്. അപ്പൊ അതിനകത്ത്
ആ കൈക്കണക്ക് പട്ടികയിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ആദ്യത്തെ 67ാമത്തെ പേജിന് എടുത്ത് നോക്കുക. ആദ്യത്തെ പേജിന് എടുക്കുക. 64ാമത്തെ എല്ലാവരും എടുക്കുക. എടുത്ത് കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ മുകളിൽ നോക്കുക, കൈക്കണക്ക് പട്ടികയെന്ന് എഴുതിയിട്ടുണ്ട്. അത് താഴെ ഇടത്തെ അറ്റം ചുറ്റളവ് കോലംഗലത്തിലും കൊടുത്തിട്ടുണ്ട്, സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത ചാപ്റ്റർ മാനനിർണ്ണയത്തിൽ നമ്മൾ അതൊക്കെ കോലംഗലത്തിലെ സെന്റിമീറ്റർ ആക്കാനും സെന്റിമീറ്ററിനെ കോലംഗലം ആക്കാനൊക്കെ പഠിക്കും. അപ്പോൾ ചുറ്റളവ് കോലംഗലത്തിലെ സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത് ചുറ്റളവിന്റെ പകുതി എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് പകുതി എത്ര കൊടുത്തില്ലെങ്കിൽ നമുക്ക് പകുതി എടുക്കാം. പക്ഷെ എന്നാലും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ ഇതുള്ളൂ. പിന്നെ ദിക്ക്, യോനി, ആയം, വ്യയം, ഇങ്ങനെ പല ഇതും അതൊന്നും ഇപ്പൊ നോക്കണ്ട. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ട് നോക്കാം. ഇപ്പൊ അതൊന്നും നോക്കണ്ട. ഇപ്പൊ നമുക്ക് ഇപ്പൊ സമചതുരം അല്ലെങ്കിൽ ദീർഘായുധ ചുറ്റളവ് നമുക്ക് ആ വസ്തുവിൽ കൊള്ളുന്ന, നമുക്ക് വീട് വയ്ക്കാനുള്ള വസ്തുവിൽ കൊള്ളുന്ന ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള പാരലൽ ടു ദി ഡയറക്ഷൻ, കാർഡിനൽ ഡയറക്ഷൻ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്തിനും ഈസ്റ്റ് വെസ്റ്റിനും ഒക്കെ പാരലായിട്ടുള്ള ഏറ്റവും വലിയ ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരം കണ്ടിട്ട് അതിന്റെ ചുറ്റളവ് കാണും. അത് 10,000 സെന്റിമീറ്റർ ആണ് ഇരിക്കട്ടെ. അപ്പൊ കൈക്കണക്ക് പട്ടികയിൽ നിന്നും 10,000 സെന്റിമീറ്റർ കൂടാതുള്ള 10,000 സെന്റിമീറ്റർ കൂടിയാൽ നമ്മുടെ വസ്തുവിന് വെളിയിൽ പോകും. അപ്പൊ 10,000 സെന്റിമീറ്റർ കൂടാതുള്ള ഒരു ചുറ്റളവ് കണ്ടുപിടിക്കണം. സെന്റിമീറ്റർ ചുറ്റളവിന്റെ താഴെ സെന്റിമീറ്റർ, അതിന്റെ താഴോട്ട് നോക്കുക. 10,000-ൽ കുറവ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ, പക്ഷെ ഉത്തമമായിരിക്കണം. അങ്ങനെ ഉത്തമമായ ചുറ്റളവ്. ഉത്തമമാണെന്ന് അറിയുന്നതിന് ഏറ്റവും ലാസ്റ്റ് കോളം ഫലം നോക്കുക. ആ ഫലത്തിൽ മാന്ന് എഴുതിയേക്കുന്ന മധ്യമം, എഴുതിയേക്കുന്ന അധമം, എഴുതിയേക്കുന്ന ഉത്തമം. അപ്പം അതിൽ എഴുതിയേക്കുന്ന എല്ലാം ഉത്തമമാണ്. അപ്പൊ ഉത്തമമായിട്ടുള്ള ചുറ്റളവ് 10,000-ൽ താഴെയുള്ള എത്രയാണെന്ന് നോക്കുക. എല്ലാവരും നോക്കുക. എല്ലാവരും നോക്കി 9,432. ഒരു സെക്കൻഡ്. 9,432. എല്ലാവരും കണ്ടുപിടിക്കാതെ. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ പറയാം. ണ്ടെന്ന് 131 കോലാണ്. അത് കോലിന്റെ അടിക്കട്ടെ, അത് നോക്കണ്ട. നമ്മൾ ഇപ്പൊ സെന്റിമീറ്റർ മാത്രം നോക്കാം. 9432 9,432 സെന്റിമീറ്റർ ആണ്. അതായത് 72ാമത്തെ പേജിൽ ഉണ്ട്. നമ്മൾ ആ 72 പേജിൽ നോക്കല്ല. 10,000-ൽ താഴെ വരുന്ന ഫലം ഉത്തമമായിട്ടുള്ളത്, ഫലം ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് ഫലം, അത് ഉത്തമമായിട്ടുള്ളത് നോക്കുക. ഇപ്പൊ ഇവിടെ 10,000-ൽ താഴെ വരുന്ന നമുക്ക് പിന്നെ 73ാമത്തെ പേജ് 9,672 ഉണ്ട്. പക്ഷെ അതിന്റെ ഫലം അധമമാണ്. അവസാനം നോക്കി അറിയാം, അധമമാണ്. അപ്പൊ അതെടുക്കണ്ട. അതിന്റെ താഴെ പിന്നെ 9,624 ഉണ്ട്. അത് അടുത്ത 2-3 അധമമാണ്. പിന്നത്തെ മധ്യമാണ്. അവസാനം ഫലം നോക്കി അറിയാം. ഉത്തമമായിട്ട് ആദ്യം വരുന്നത് 9,432 ആണ്. അപ്പം ഉത്തമമായ ചുറ്റളവ് 9,432 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെ ഉത്തമമായ സെന്റിമീറ്റർ കണ്ടുപിടിച്ചിട്ട്, അപ്പൊ അതിന് വേറെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അത് പിന്നെ പറയാം. അതായത് യോനിയൊക്കെ നോക്കണം. അതൊക്കെ നമുക്ക് പിന്നെ വരും. അത് പഠിച്ചിട്ട് നോക്കാം. ഇപ്പം ജസ്റ്റ് 9,432 സെന്റിമീറ്റർ ഉത്തമമായ അളവാണ്. അപ്പൊ അങ്ങനെ ഉത്തമമായ അളവ് കണ്ടുപിടിച്ചിട്ട് അത് വാസ്തുമണ്ഡലത്തിന്റെ ചുറ്റളവായിട്ട് എടുക്കണം. ഇത് വാസ്തുമണ്ഡലം ചുറ്റളവായിട്ട് എടുക്കണം. അങ്ങനെ വാസ്തുമണ്ഡലം ചുറ്റളവ് കണ്ടുപിടിക്കണം. അപ്പൊ അതായത് വാസ്തുമണ്ഡലത്തിന് നമ്മൾ കഴിയുന്നതും ഉത്തമമായിട്ടുള്ള ചുറ്റളവ് വേണം എടുക്കാൻ. അഥവാ ചിലപ്പോൾ ചില കേസിൽ ഉത്തമമായിട്ടുള്ള എടുക്കാൻ പറ്റിയില്ലെന്ന് വരും. അങ്ങനെയാണെങ്കിൽ മധ്യമം ചിലപ്പോൾ എടുക്കേണ്ടി വരും. കഴിയുന്നതും അധമം എടുക്കാതിരിക്കുക. ചില കേസുകളിൽ അധമം വരെ എടുക്കേണ്ടി ചിലപ്പോൾ വന്നെന്ന് വരാം. പക്ഷെ ആസ് ഫാർ ആസ് പോസിബിൾ ഉത്തമം ഏറ്റവും നല്ലത്. ഉത്തമം പറ്റിയില്ലെങ്കിൽ മധ്യമം. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇതിങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അത് ഉണ്ട്. പക്ഷെ ഇതുപോലെ ഷോർട്ട് കുറച്ചുകൂടെ വിവരിച്ച് എഴുതിയൊക്കെയാണ് പുസ്തകത്തിൽ. എഴുതി കഴിഞ്ഞവരെ പറയുക. ആരെങ്കിലും അവിടെ എഴുതി കഴിഞ്ഞിട്ട് പറയുക. എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ വാസ്തുമണ്ഡലത്തിൽ ചുറ്റളവ് എടുക്കാം. അപ്പൊ അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതായത് സ്ഥാനനിർണ്ണയമുള്ള ചാപ്റ്റർ. വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനനിർണ്ണയമാണിത്. ഇപ്പോഴും വീടിന്റെ സ്ഥാനം ഒന്നും ആയില്ല, അതൊക്കെ പിന്നെ വരത്തേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് വരും അടുത്ത ക്ലാസ്. കാരണം ഇതൊക്കെ നമ്മൾ ഇനി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ കാണുമ്പോഴത്തേക്ക് മറവി നമുക്കെല്ലാം ഉള്ളതാണ്. പ്രത്യേകിച്ചും പലരും കുറച്ച് പ്രായമായൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മ വരും. പുസ്തകവും ഇപ്പൊ ഈ തന്ന നോട്ടുകളും എല്ലാം വെച്ചുകൊണ്ട് ഒന്ന് ഒരു വീട്ടിൽ വെച്ചിട്ട് നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. 25% ക്ലാസ്സിൽ നിന്ന് കിട്ടുള്ളൂ. ബാക്കി രണ്ടാമത്തെ 25% നിങ്ങളുടെ സെൽഫ് സ്റ്റഡി.
വീട്ടിൽ പോയി നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പഠിക്കുമ്പോഴേ ബാക്കി രണ്ടാമത്തെ 25% കിട്ടുള്ളൂ. മൂന്നാമത്തെ 25, നാലാമത്തെ 25 ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ വീട്ടിൽ പോയി ഇതെല്ലാം ഒന്നുകൂടെ നോക്കുക. അടുത്ത ദിവസം വരുമ്പോൾ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പലതും ഓർമ്മ വരില്ല. ഈ പറഞ്ഞ ഇത് തന്നെ ഒന്നും കൂടെ എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇതിന്റെ അടുത്തുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇനി എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നോക്കിക്കൊണ്ട് എല്ലാ ക്ലാസ്സിലും ഓരോ ക്ലാസ്സിലും നോക്കിക്കൊണ്ട് വരിക. അപ്പൊ നമ്മൾ 9:48 എന്തെങ്കിലും സംശയമുണ്ട് ഈ പഠിച്ച ഇതോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള വാസ്തുവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാർ, ഇപ്പൊ ഈ നമ്മുടെ മർമ്മം മാറ്റുന്നതിന് പകരം ഒരു ഭാഗത്തേക്ക് എക്സ്റ്റൻഷൻ എടുത്ത് പുതിയത് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളിലെ ഭിത്തി കളയാതെ പഴയ കാലത്ത് ചെയ്തിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. എങ്ങനെ മനസ്സിലായില്ല, നിങ്ങളോട് പറയാമോ? അതായത് ഇപ്പൊ ഒരു വീടിന്റെ ചുറ്റളവ്. സംസാരിക്കുന്ന ആരാണ്? ഉണ്ണികൃഷ്ണൻ. ഓക്കെ, പറയൂ. ആ വീടിന്റെ ചുറ്റളവിൽ നിന്ന് മർമ്മം വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ എടുത്ത് അവിടെ ഒരു വർക്ക് ഏരിയ പോലെ. എടുക്കുന്ന വീടിനല്ല, വസ്തുവിനാണ്. പ്ലോട്ട്. കാരണം പ്ലോട്ടിനെയാണ് 9 വസ്തുവിനല്ല, വാസ്തു മണ്ഡലം അല്ലെങ്കിൽ ആ പ്ലോട്ടിനെയാണ് അതിന്റെ അതിർത്തിയിലാണ് മാറ്റേണ്ടത്, വീടിന്റെ അതിർത്തിയല്ല. വാസ്തു മണ്ഡല അതിർത്തി അതിൽ പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. വാസ്തു മണ്ഡലം അല്ലെങ്കിൽ ആ പ്ലോട്ടിന്റെ അതിർത്തി, ആ പ്ലോട്ടിനെയാണ് നമ്മൾ 9 ഭാഗിക്കുന്നത്, വീടിനെ അല്ല. ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയി. ഹലോ, കേൾക്കാമോ? കേക്കാം. എല്ലാവർക്കും കേൾക്കാമോ? കേക്കാം സാറേ, ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ. അപ്പം പിന്നെ ഉണ്ണികൃഷ്ണൻ മനസ്സിലായോ? സംശയം തീർന്നോ? മനസ്സിലായി. ആ വാസ്തുവിന്റെ അതിർത്തിയാണ് മാറ്റേണ്ടത്, വീടിന്റെ അല്ല എന്നുള്ളത്. വീടിന്റെ അതിർത്തി അല്ല, വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയാണ്. പിന്നെ മറ്റെന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിച്ചതെന്നും ആകാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ടും ആകാം. നമ്മൾ അവസാനം ഒരു സമയം അതിന് എല്ലാ ദിവസവും വയ്ക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇപ്പം വേറെ സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ 9:50. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഓഫ് ചെയ്യാണ്. എല്ലാം ഒന്ന് പഠിച്ചോണ്ട് കാണാം. ഈ ആദ്യത്തെ ഈ കണക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്, വളരെ ഒട്ടും പ്രയാസമില്ല. പക്ഷെ കണക്കിന്റെ ഭാഗം നിങ്ങളിവിടെ ഒന്ന് ശരിക്കും പഠിച്ചാലേ ഫോളോ ചെയ്യാക്കുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്ന കുറച്ചുകൂടെ കണക്ക് കൂടുതലായിട്ട് വരും. പക്ഷെ അത് വലിയ പ്രയാസം എന്നുള്ള കണക്കല്ല, ഈസി ആയിട്ടുള്ള കണക്കാണ്. മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അത് പിന്നെ ഒരു കാര്യം ഇവിടെ നേരത്തെ പറയാനുള്ളത്, നിങ്ങള് സ്വന്തമായിട്ട് ഇപ്പം ഈ പഠിക്കുന്ന രണ്ടു വിധത്തിൽ ആൾക്കാരുണ്ട് ഈ പഠിക്കുന്നവരെ. ഒന്ന്, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഈ വാസ്തു, അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരുണ്ട്. അതല്ല, കൺസൾട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് പഠിക്കുന്നവരുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് കൺസൾട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങളും കണക്കുകളും എല്ലാം നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. കാരണം എന്നാലേ ശരിക്കുള്ള നമുക്ക് ചെയ്യാൻ ഒക്കുള്ളൂ. അതല്ല, മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഇതുവരെ ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് കണക്കുകളൊക്കെ വരും. അപ്പൊ അതൊന്നും പഠിക്കുന്നത് നല്ലതാണ്, നിർബന്ധമില്ല. ജസ്റ്റ് വാസ്തുവിനെ പറ്റി മനസ്സിലാക്കണം ഉള്ളവർക്ക് അത് അല്ല. പക്ഷെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ, വാസ്തു കൺസൾട്ടേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ കണക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ, ഞാൻ കാണിക്കാം, ചെയ്തിരിക്കുന്നതൊക്കെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയോടെ ചെയ്താലേ ഒക്കുള്ളൂ. അപ്പം ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓഫ് ചെയ്യുന്നു.